നന്ദി സനേഷ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1668 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷത്തെ ഈശ്വര പ്രാർത്ഥന. നന്ദി. നമ്മുടെ ഇന്നത്തെ അതിഥി നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ്. പ്രത്യേകിച്ച് യാതൊരു ഇൻട്രഡക്ഷന്റെ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. കാരണം ലോകം മൊത്തം അറിയപ്പെടുന്ന ഹോമിയോപ്പതി ടീച്ചേഴ്സ് എന്ന് പറഞ്ഞ വളരെ റയർ സ്പീഷീസ് ആണ്. ആ ഒരു സ്പീഷീസിൽപ്പെട്ട ഒരാളാണ് ജോസഫ് സാർ എന്ന് നമുക്ക് എന്താ പറയുക, വളരെ സന്തോഷപൂർവ്വം അല്ലെങ്കിൽ അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ജോർജ് വിദ്വാൽക്കാസ് അല്ലെങ്കിൽ കുറെ ആൾക്കാരെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഉപരിയായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെ ഒരാളുണ്ടെന്നും ഇവിടെ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പലരും കൺസേൺഡ് ആകാറുണ്ട്. എന്നാൽ തിരിച്ച് ഒരുപാട് പേര് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു എന്നുള്ള കാര്യം അവർ അറിയാറില്ല എന്നുള്ള ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. എനിക്ക് തോന്നുന്നു കാലം അതിന് അറുതി വരുത്തേണ്ട സമയമായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും ജോസഫ് ഐസക് സാറിനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോസഫ് ഐസക് സാർ MD PGCR MF ഹോമിയോപ്പതി ഓർഗൺ പ്രൊഫസറും ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ നിന്നും സ്വമേധയെ വിരമിച്ചു. എല്ലാവരും പെൻഷൻ പ്രായം കൂട്ടിക്കിടാൻ ആഗ്രഹിക്കുമ്പോൾ സാറ് സ്വമേധയെ വിരമിച്ചു എന്നുള്ള വ്യത്യാസം സാറിനുണ്ട്. വിദേശ യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് പ്രൊഫസർ, കേരള യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി ഹോമിയോപ്പതി ഫാക്കൽറ്റി അംഗം, അങ്ങനെ ധാരാളം ഇനിയും പറയാൻ ഒരുപാടുണ്ടാകും. ഇന്നത്തെ വിഷയം ചികിത്സയിൽ മരുന്നുകൾ തമ്മിലുള്ള ബന്ധം, പ്രാധാന്യം, രണ്ടാം ഭാഗം, അതായത് റിലേഷൻഷിപ്പ് ഇൻ മെഡിസിൻ. ഇത് ഹോമിയോപ്പതിക്ക് ശരിക്കും പറഞ്ഞ ഒരു വലിയ ഒരു ആയുധമാണ്. കാരണം ഹോമിയോപ്പതി പ്ലാസിബോ ആണെന്ന് പറയുന്ന പച്ചമരുന്നും അങ്ങാടി മരുന്നും തിരിച്ചറിഞ്ഞുകൂടാത്ത അല്പജ്ഞാനികളെ ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ഡ്രഗ് റിലേഷൻ അല്ലെങ്കിൽ റെമഡി റിലേഷൻ എന്ന് പറഞ്ഞ പ്ലാസിബോ ഒരിക്കലും ആവില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഓഫ് മെഡിസിൻ, പിന്നെ റെമഡി റിയാക്ഷൻ, ഇതെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ ഇത് എന്തുകൊണ്ട് പ്ലാസിബോ എന്ന് പറയുന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ നമുക്ക് ശക്തി പകരുന്ന ധാരാളം ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ യഥാസമയം ഉപയോഗിക്കുക മാത്രമേ ആവശ്യമുള്ളൂ. IFPHന്റെ വേദിയിലേക്ക് സാറിന്റെ സെഷൻ തുടങ്ങുന്നതിനായിട്ട് ആദരവ് ക്ഷണിക്കും സാർ. താങ്ക് യു മനോജ്. ഇത് രണ്ടാം പ്രാവശ്യമാണ് മനോജ് പറഞ്ഞ പോലെ ഈ മരുന്നുകളുടെ പരസ്പരമായിട്ടുള്ള ബന്ധങ്ങൾ. പലപ്പോഴും നമ്മൾ ഹോമിയോപ്പതിക്കാരെന്ന് പറയുമ്പോൾ ഒരു രോഗത്തിൻ്റെ അടിവേര് തോണ്ടുന്ന ആൾക്കാരാണ്. പലപ്പോഴും പറയാറുള്ള പോലെ അലോപ്പതി തോൽക്കുമ്പോഴാണ് ഹോമിയോപ്പതിയിലേക്ക് 90% ആൾക്കാരും വരുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അലോപ്പതി പലപ്പോഴും ഒരു സൂപ്പർഫിഷ്യൽ ലെവലിൽ ട്രീറ്റ് ചെയ്തു പോകുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്നു എന്ന് ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്നിപ്പോൾ നമ്മുടെ ലൈഫ് സ്പാനൊക്കെ ഇൻക്രീസ് ചെയ്ത് 80-90 നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ക്രോണിക് ഡിസീസ് 40 വയസ്സിൽ വരുമ്പോൾ, അല്ലെങ്കിൽ 40 വയസ്സ് തൊട്ട് ഒരാൾ ഗുളിക കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ 10-15 വർഷം കഴിയുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് തുടങ്ങും. അപ്പോൾ ഇനിയിപ്പോൾ സൈഡ് എഫക്റ്റിന് വേണ്ടിയിട്ടുള്ള ആശുപത്രികളായിരിക്കും 50% ആശുപത്രികളും. അതുപോലെ തന്നെ അപ്പോൾ നമുക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ആ ലെവലിലേക്ക് പോവുകയും അതിൻ്റെ അടിത്തട്ട് വരെ പോയി അതിനെ ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന ഒരു വൈദ്യശാസ്ത്രം എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ലെവലിലേക്ക് പോകണമെങ്കിൽ പലപ്പോഴും ഈ റിലേഷൻഷിപ്പ് ഓഫ് റെമഡീസ് വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. എനിക്കറിയാം പല ആൾക്കാരും പലപ്പോഴും മരുന്നുകൾ കൊടുക്കുന്നു, നല്ല എഫക്റ്റ് കിട്ടുന്നു. അതിൻ്റെ എഫക്റ്റ് കൊണ്ട് കുറേ നാൾ പോകുമ്പോഴും അതിനപ്പുറത്തേക്ക് എങ്ങനെ പോകണം എന്നുള്ളത് ഒരു ബുദ്ധിമുട്ട് പിടിച്ച പരിപാടിയാണ്. കാരണം അത് പലർക്കും അറിയാമെങ്കിൽ പോലും അത് പരീക്ഷിക്കാറുണ്ടോ എന്നെനിക്കറിയില്ല. പലപ്പോഴും രോഗികൾ വരുമ്പോൾ ഹോമിയോ ഡോക്ടറെ അടുത്ത് മരുന്ന് കഴിച്ചു, കുറേ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാം കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് തന്നെ കഴിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നു. അത് വർഷങ്ങളായിട്ട് നീണ്ടു പോകുന്നുമുണ്ട്. പക്ഷെ ഇത് ആ രീതിയിൽ അതിനെ മനസ്സിലാക്കുന്നതിലുള്ള ഒരു പ്രശ്നമാണ്. കാരണം ഇന്നിപ്പോൾ അസുഖങ്ങളെന്ന് പറയുന്നത്, നാച്ചുറൽ ഡിസീസ് എന്ന് പറയുന്നത് തന്നെ ഒരു 40% മുകളിലേക്കില്ല. ബാക്കി 60% മറ്റു രീതിയിലുണ്ടാകുന്ന അസുഖങ്ങളാണ്. നമ്മുടെ ഭക്ഷണം, അതേപോലെ തന്നെ കഴിച്ച മരുന്നുകൾ, നമ്മുടെ വായു, മറ്റ് ഇമോഷണൽ ഫാക്ടേഴ്സ്, അങ്ങനെ പല പല ഫാക്ടേഴ്സും കൂടി, അല്ലെങ്കിൽ നമ്മൾ പല ഓതേഴ്സും പറയുന്നത് പല പല ലെയേഴ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് ചുറ്റും ഫോം ചെയ്യുകയും ഈ ഓരോ ലെയറും
അയാളുടെ ക്രോണിക് ഡിസീസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല അസുഖങ്ങളും നമുക്ക് പ്യുവർ ഫോമിൽ ഇന്ന് കിട്ടുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതുപോലെ നമുക്ക് സംഭവിക്കുന്ന മറ്റൊരു കാര്യം, പലപ്പോഴും പേഷ്യൻസ് സിംറ്റംസ് പറയുമ്പോൾ ആ സിംറ്റംസ് പലതും അത് ഇതിൻ്റെ എല്ലാം കൂടി ഒരു കോമ്പിനേഷനാണ്. ഒരാളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഡിസീസും അതിൻ്റെ സിംറ്റംസും മാത്രമല്ല ഇന്ന് നമ്മുടെ മുന്നിൽ വരുന്നത്. നമ്മൾ കാണുന്നത് പലപ്പോഴും വർഷങ്ങളോളം ഗുളികകളൊക്കെ കഴിച്ച് അതിൻ്റെ ഒരു 2-3 ലെയറും ഫോം ചെയ്ത് ഒരു മാസ്ക് ചെയ്ത് വരുന്ന ഒരു കോമ്പിനേഷനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഓഫ് റെമഡീസ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു സെക്കൻഡ് പ്രിസ്ക്രിപ്ഷൻ മുതലാണ് ശരിക്കും പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൻ്റെ ഉപയോഗം വരുന്നത്. ആ ഉപയോഗം വരുമ്പോൾ നമ്മൾ കുറെ ഡീപ്പർ ലെവലിലേക്ക് പോകുന്നു അതുകൊണ്ടാണ്. അപ്പോൾ പലപ്പോഴും നല്ലൊരു ക്രോണിക് ഡിസീസ് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസമോ 2 ദിവസമോ അല്ലെങ്കിൽ 1 മാസമോ 2 മാസം കൊണ്ടോ ഒന്നും ചിലപ്പോൾ ശരിയാക്കാൻ കഴിയില്ല. കാരണം ഇന്ന് വരുന്ന ക്രോണിക് ഡിസീസ് പലതും അതിൻ്റെ നാച്ചുറൽ ഫോമും കൂടാതെ ഈ പറയുന്ന കോമ്പിനേഷൻസ് എല്ലാം കൂടി, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ആഡ് ഓൺ ചെയ്ത ഒരു പ്രത്യേക കോമ്പിനേഷനിലാണ്. അപ്പോൾ നമ്മളിത് ലെയറായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. ഫൈനലി നമ്മൾ എത്തുന്നത് മയസത്തിലെത്തുന്നു. മയസവും കഴിഞ്ഞ് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ കറക്ഷനും കൂടി വരുമ്പോഴാണ് ഒരു ഹോമിയോപ്പതി ചികിത്സ ക്രോണിക് ഡിസീസിൽ പൂർണ്ണമാകുന്നത്. അപ്പോൾ അതിൻ്റെ അക്യൂട്ട് റെമഡി അറിഞ്ഞിരിക്കണം, ക്രോണിക് റെമഡി ഏതാണെന്ന് അറിഞ്ഞിരിക്കണം, മയസ്മാറ്റിക് റെമഡി ഏതാണെന്ന് അറിയണം, അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്താണെന്ന് അറിയണം. അപ്പോൾ നമുക്കറിയാം ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണലി ആയിട്ടുണ്ടാകുന്ന പലതുമാണ്. അതിൽ തന്നെ ഇപ്പോൾ ജനറ്റിക് നമുക്കറിയാം പോലെ ക്രോണിക് ഡിസീസും ഒരു കാലത്ത് ഹനിമാൻ തന്നെ പറഞ്ഞിരുന്നു അത് ജനറ്റിക് ആണെന്നും ഹെറിഡിറ്ററി ആണെന്നും ഒക്കെ പറഞ്ഞിരുന്നത് പുച്ഛിച്ച് തള്ളിയവരൊക്കെ ഇപ്പോൾ അതിൻ്റെ ജീൻസ് കണ്ടുപിടിക്കാൻ നടക്കുകയാണ്. ഓങ്കോളജി ജീൻ, അല്ലെങ്കിൽ ക്യാൻസർ ജീൻ, അല്ലെങ്കിൽ റൊമാറ്റിക് ജീന്, അതല്ലെങ്കിൽ ഡയബറ്റിസ് ജീന് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മെഡിക്കൽ സിസ്റ്റം തന്നെ ടോട്ടലി നമ്മുടെ മയസം തിയറിയിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പേര് മയസം എന്നല്ല, വേറെ പല പേരുകളിൽ വരും. അതെപ്പോഴും വൈദ്യശാസ്ത്രത്തിൽ സംഭവിക്കുന്നത് പല കാര്യങ്ങളും അതിനെ ആദ്യമായി പറഞ്ഞ വ്യക്തി ഹനുമാനാണെങ്കിലും അതൊരു ആരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അല്ലെങ്കിൽ സൗകര്യപൂർവ്വം ഹനുമാന്റെ പേര് അവിടെ മറന്നു പോവുകയാണ്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം, നമ്മൾ ഉയർത്തിപ്പിടിച്ച ഒരു വൈദ്യശാസ്ത്രത്തിൻ്റെ അതിൻ്റെ കാര്യങ്ങളിലേക്ക് മറ്റ് വൈദ്യശാസ്ത്രങ്ങളും എത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് വസ്തുത. അത് ഇന്നല്ലെങ്കിൽ നാളെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ശരിയായിട്ട് ഹോമിയോപ്പതി മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാം, പലപ്പോഴും പുതിയ കണ്ടുപിടുത്തം എന്നൊക്കെ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇത് നമ്മൾ വായിച്ചതും അല്ലെങ്കിൽ നമ്മളുടെ പുസ്തകങ്ങളിൽ 200 വർഷം മുമ്പ് പറഞ്ഞു വെച്ചതുമായ കാര്യങ്ങളാണല്ലോ എന്ന് നമുക്ക് അതിനെ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇപ്പോൾ റിലേഷൻഷിപ്പ് ഓഫ് റെമഡീസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം, ഇപ്പോൾ ഒരു നാച്ചുറൽ ഡിസീസ് തന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ഓരോ സ്റ്റേജിലേക്ക് പോകും. നമ്മൾ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ് 3rd സ്റ്റേജ് 4th സ്റ്റേജിലേക്കൊക്കെ പോകുമ്പോൾ ഒരു മരുന്ന് അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ പലപ്പോഴും അതിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയാതെ വരും. അവിടെ നമ്മുടെ റെമഡീസിനും ചില വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ ഡെപ്ത് ഓഫ് ആക്ഷൻ ഓഫ് റെമഡീസ്, അല്ലെങ്കിൽ ഈ മരുന്നുകളുടെ ഡെപ്ത് ഓഫ് ആക്ഷൻ, അത് നോക്കുമ്പോൾ വെജിറ്റബിൾ ഡ്രഗ്സ് ആണ് ഏറ്റവും സൂപ്പർഫിഷ്യൽ ജനറലി. അതിന് എക്സെപ്ഷൻസ് ഉണ്ട്, തൂജ എക്സെപ്ഷനാണ്, ലൈക്കോപോഡിയ എക്സെപ്ഷനാണ്. പക്ഷേ വെജിറ്റബിൾ ഡ്രഗ്സ് ആണ് ഏറ്റവും സൂപ്പർഫിഷ്യലി ആക്ടിങ് റെമഡീസ്. അതുകൊണ്ടാണ് പലപ്പോഴും പല ഓതേഴ്സും പറയാറുണ്ട് ഒരു വെജിറ്റബിൾ ഡ്രഗ് ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം ഇതൊരു സേഫ് വേ ആണ്. അതിനുശേഷം ആ വെജിറ്റബിൾ ഡ്രഗ് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ മറ്റ് ഇതിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഏറ്റവും സൂപ്പർഫിഷ്യൽ വെജിറ്റബിൾ, പിന്നെ വരുന്നത് ആനിമൽ, പിന്നീട് വരുന്നത് ആസിഡ്സ്, മിനറൽസ്, അതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ പിന്നെ വരുന്നത് നോസോഡ്സ്, സാർക്കോഡ്സ്, ഇങ്ങനെ വരും. അപ്പോൾ ഈ റിലേഷൻഷിപ്പിലും ഈ ഒരു കാര്യം പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും ഒരു വെജിറ്റബിൾ ഡ്രഗ് അതിൻ്റെ കോംപ്ലിമെൻ്ററി അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് വരുന്നത് പലപ്പോഴും അത് അനിമൽ കിങ്ഡത്തിലോ അല്ലെങ്കിൽ മിനറൽസിലോ നോസോഡിലോ ഉള്ളതായിരിക്കും. അതുപോലെ തന്നെ ചില സീരീസ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്, സൾഫർ കൽക്കേരിയ, ലൈക്കോപോഡിയം എന്നൊക്കെ പറയുന്ന സീരീസും ഉണ്ട്. ഈ സീരീസ് നോക്കിയാലും നമുക്കിത് കാണാം.
പല കിങ്ഡത്തിലും ഉള്ള മരുന്നുകൾ. അത് സീരിയസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, പലപ്പോഴും അക്യൂട്ട് ഡിസീസിൽ ഇതിൻ്റെ ആവശ്യം വരാറില്ല. പക്ഷേ ക്രോണിക് ഡിസീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് ക്രോണിക് ഡിസീസ് പല വൈദ്യശാസ്ത്രങ്ങൾ ചികിത്സിച്ച് മതിയായി അല്ലെങ്കിൽ പറ്റാതെ വന്നിട്ട് വരുമ്പോൾ ഒരു റെമഡിക്ക് അതിൻ്റെ അടുത്ത സെക്ഷൻ അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് എങ്ങനെ പോകണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞേ പറ്റൂ. അതാണ് ഒരു ജേർണിയുടെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും അത് ഇപ്പോൾ നമ്മുടെ സ്റ്റുവർട്ട് ക്ലോസ് തന്നെ പറയുന്ന ഒരു വാചകമുണ്ട്, ഡോസിൽ അല്ലെങ്കിൽ പൊട്ടൻസി സെലക്ഷൻ. എന്തിനാണ് കറക്റ്റ് പൊട്ടൻസി സെലക്ട് ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞിട്ട് ഇറ്റ് ആക്സലറേറ്റ്സ് ദ ക്യൂർ പ്രോസസ്. അപ്പോൾ ഒരു ക്യൂർ പ്രോസസ്സ് വളരെ ഷോർട്ട് ടൈമിൽ കൊണ്ടുവരണമെങ്കിൽ അടുത്ത പൊട്ടൻസികളിലേക്ക് അത് പോയേണ്ട സമയത്ത് പോയാൽ മാത്രമേ പറ്റുള്ളൂ. എന്ന് വിചാരിച്ച് ആദ്യമേ ഹൈ പൊട്ടൻസി സ്റ്റാർട്ട് ചെയ്യണമെന്നോ ലോ പൊട്ടൻസി സ്റ്റാർട്ട് ചെയ്യണമെന്നോ അല്ല പറയുന്നു. അപ്പോൾ അതുപോലെ ഈ റിലേഷൻഷിപ്പ് ഓഫ് റെമഡീസിലും നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഫ്രം ദ സ്റ്റാർട്ട് ടു ദ ഫിനിഷ് ഒരു സീക്വൻസ് ഓഫ് സിംറ്റംസ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ ചില മരുന്നുകൾക്ക് ഈ എല്ലാ സിംറ്റംസിനെയും കവർ ചെയ്യാനും എല്ലാ സ്റ്റേജസിനെയും കവർ ചെയ്യാനും ചില മരുന്നുകൾക്ക് കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അതിൻ്റെ തന്നെ അല്ലെങ്കിൽ അതേ സിംറ്റമറ്റോളജി അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ വൈഡറായിട്ട് സിംറ്റമറ്റോളജി ഉള്ള കുറച്ചുകൂടി ഡെപ്ത് ഓഫ് ആക്ഷൻ ഉള്ള ഒരു മരുന്ന് സെലക്ട് ചെയ്യേണ്ടി വരും. ആ മരുന്നാണ് അതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ കേസിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി എല്ലാ ലെയേഴ്സും റിമൂവ് ചെയ്ത് നമുക്ക് ഒരു ക്യൂർ ലെവലിലേക്ക് എത്തിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഇന്നത്തെ ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ നാച്ചുറൽ ഡിസീസ് മാത്രമല്ല, അതിനകത്ത് ഡ്രഗ് ഡിസീസ് ഉണ്ട്, മറ്റ് പല പല ഭാഗങ്ങൾ നമ്മുടെ ഫുഡിൽ നിന്നുണ്ടാകുന്ന ഡിസീസ് ഉണ്ട്, അങ്ങനെ പലതും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി പക്ഷേ ഒരു മരുന്നിൽ കവർ ചെയ്ത് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും മറ്റൊരു ഡ്രഗിൻ്റെയും കൂടി സഹായം വൺ ആഫ്റ്റർ അനദർ ആവശ്യം വരും. നമ്മൾ ക്രോണിക് ഡിസീസ് തന്നെ ഹനുമാൻ അവസാനം ട്രീറ്റ്മെൻറ്റ് സൈഡ് പറയുന്നുണ്ട്, സെവറൽ ആൻറ്റിമയസ്മാറ്റിക് റെമഡീസ് ആർ റിക്വയർഡ് ഇൻ സക്സഷൻ ടു ക്യൂർ എ ക്രോണിക് ഡിസീസ്. ഇതാണ് അതിലെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ക്രോണിക് ഡിസീസ് ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ലക്ഷ്യത്തിൽ പൂർണ്ണമായും എത്തണമെങ്കിൽ ഈ പറയുന്ന ഒരു സെൻറ്റൻസിനുള്ള വാല്യൂ ഭയങ്കര. അപ്പോൾ പലപ്പോഴും നമുക്ക് ഇത് ആവശ്യം വരും. അത് പ്രത്യേകിച്ച് നല്ല ക്രോണിക് ഡിസീസ് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർമാർ. അപ്പോൾ ഒരു കേസ് പക്ഷേ ഒരു ഡ്രഗ് കൊണ്ട് മാത്രം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ബിഗിനിങ് ടു ദി എൻഡ് ക്യൂർ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അതിനൊരു സഹായമായി വരുന്നത് അതിൻ്റെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കുമ്പോഴാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രാധാന്യമില്ല. ഇതിനകത്ത് തന്നെ 2 ടൈപ്പ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഒന്ന് പ്രകൃതി അല്ലെങ്കിൽ നാച്ചുറൽ റിലേഷൻഷിപ്പ്, 2 ഒരു ക്ലിനിക്കൽ റിലേഷൻഷിപ്പ്. നാച്ചുറൽ റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു സബ്സ്റ്റൻസിന് ഒരു തെറാപ്യൂട്ടിക് റിലേഷൻ അതിൻ്റെ എല്ലാ മെമ്പേഴ്സിലും ചിലപ്പോൾ കാണും. അതും അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ ഡ്രഗിൽ കാണുന്ന അതേ സിംറ്റംസ് ഏതാണ്ട് കുറച്ചുകൂടി ഡീപ്പർ ലെവലിൽ ആക്ട് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ഡ്രഗ് ഉണ്ടായിരുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പൾസാറ്റിലയുടെ കോംപ്ലിമെൻ്ററി ആയിട്ട് വരാവുന്ന ഒരു ഡ്രഗ് എന്ന് പറഞ്ഞാൽ കാലിസൾഫാണ്. അവരെ യെല്ലോ ഗ്രീൻ ഡിസ്ചാർജും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ സൈനസൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളിൽ പൾസാറ്റില നല്ല റിലീഫ് തന്നു കഴിഞ്ഞ് അതുകൊണ്ട് മാറാതെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ കാലിസൾഫിലേക്കാണ്. അപ്പോൾ അതൊരു വെജിറ്റബിൾ ഡ്രഗ്. അതിനുശേഷം വരുന്നത് അതിൻ്റെ മിനറൽ ഡ്രഗാണ്. അതേപോലെ തന്നെ മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, പൾസാറ്റില സൈലീഷ്യ ഫ്ലൂറിക് ആസിഡ്. ഇത് നമ്മൾ നോക്കുമ്പോഴും ഇത് തന്നെയാണ്. ഒന്ന് വെജിറ്റബിൾ ഡ്രഗ്, പൾസാറ്റില, സൈലീഷ്യ മിനറൽ, ഫ്ലൂറിക് ആസിഡ് ഡ്രഗ്. അപ്പോൾ ഇങ്ങനെ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഡെപ്ത് ഓഫ് ആക്ഷൻ ഓഫ് ദ റെമഡീസ് ഫ്രോം വെജിറ്റബിൾ, ആനിമൽ, മിനറൽ, ആസിഡ്സ്, നോസോഡ്സ്, സാർക്കോഡ്സ്. അപ്പോൾ അതിൽ തന്നെ മറ്റൊരു ഇത് കാണുന്നത്, ഇപ്പോൾ കാലി ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാലി ഗ്രൂപ്പിലും ജനറൽ ആയിട്ട് കാണുന്ന കുറേ സിംറ്റംസ് ഉണ്ട്. ഒന്ന് വീക്ക്നെസ് ആണ്, ഒന്ന് ഒബിസിറ്റിയാണ്. ഇങ്ങനെ ചില 2, 3, 4 മെയിൻ സിംറ്റംസ് എല്ലാ കാലി ഗ്രൂപ്പിലും വരുന്നുണ്ട്. ഇത് ആസിഡ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ
ക്ഷീണം, ഡെബിലിറ്റി, വീക്ക്നെസ്, ഇതാണ്. നമുക്കറിയാം ഫോസ്ഫോറിക് ആസിഡ്. ഇന്ന് ക്രോണിക് ഡിസീസ് വന്ന് വർഷങ്ങളോളം ഒരു ക്രോണിക് ഡിസീസ് ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരിൽ വരുന്ന ക്ഷീണത്തിന് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു ഡ്രഗാണ് ഇന്ന് ഫോസ്ഫോറിക് ആസിഡ്. ഈവൻ നമ്മുടെ ഡയബറ്റീസിൽ തന്നെ പല ഡയബറ്റിക് പേഷ്യൻസും, ഇപ്പോൾ നമുക്കറിയാം ഡയബറ്റീസിൽ 6-7 സിംറ്റം ഉണ്ട്. അതിൽ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന സിംറ്റം ചില ആൾക്കാരിൽ ക്ഷീണമാണ്. അങ്ങനെയുള്ള ആൾക്കാരിൽ ഫോസ്ഫോറിക് ആസിഡ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആസിഡ് ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ജനറലായിട്ടുള്ള കുറേ സിംറ്റംസ് ഉണ്ട്, ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ആസിഡ് റെമഡീസിനും പ്രത്യേകം സിംറ്റംസും ഉണ്ട്. മറ്റൊന്ന് നമ്മുടെ കാലി ഗ്രൂപ്പ് തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിലെപ്പോഴും നൈറ്റ് അഗ്രവേഷനാണ്. അതിലെ ലാസ്റ്റ് മെമ്പറാണ് കോസ്റ്റിക്ക. അപ്പോൾ കോസ്റ്റിക്ക വരുമ്പോഴത്തേക്കും ഏർലി മോർണിംഗ് അഗ്രവേഷനായിട്ട് വരും. അപ്പോൾ അതേപോലെ മർക്കുറി ഗ്രൂപ്പ്, ജനറലി നമ്മുടെ സിഫിലിറ്റിക് മയസത്തിൽ വരുന്ന ഗ്രൂപ്പുകൾക്കെല്ലാം നൈറ്റ് അഗ്രവേഷൻ ഉണ്ട്. അതിൽ മെയിൻ വരുന്നത് മർക്കുറി ഗ്രൂപ്പാണ്. മർക്കുറി ഗ്രൂപ്പിന് എപ്പോഴും നൈറ്റ് അഗ്രവേഷനാണ്. പിന്നെ വരുന്നത് ചില പ്രത്യേക ഭാഗങ്ങൾ, ലൊക്കേഷനിൽ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ബോൺ, ടീത്ത്, ഇതിലൊക്കെ വരുന്ന റെമഡീസ് എന്ന് പറഞ്ഞാൽ കൽക്കേരിയ ഗ്രൂപ്പ്, ഫോസ്ഫറസ് ഗ്രൂപ്പ്, സൈലീഷ്യ ഗ്രൂപ്പ്, അസഫൈറ്റിഡ, ഇങ്ങനെ പോകുന്നു. കാരണം അതിലൊരു ഒരു റിലേഷൻഷിപ്പ് ഇതിൻ്റെ അണ്ടർലൈങ് ആയിട്ട് വരുന്നുണ്ട്. അതാണ് കൽക്കേരിയ, ഫോസ്ഫറസ്, സൈലീഷ്യ. പലപ്പോഴും സ്കോളിയോസിസ്, കൈഫോസിസ്, അതുപോലെ തന്നെ എന്തെങ്കിലും ബോൺ ഡിഫോമിറ്റീസിൽ എല്ലാം നമ്മൾ കാണുന്നത് ഈ പറയുന്ന 3 ഡ്രഗുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. മറ്റൊന്ന് കാണുന്നത് ഞാൻ ഈ പറയുന്നത് നാച്ചുറൽ റിലേഷൻഷിപ്പാണ്. ലാക്കസിസ് പോലെയുള്ള സർപ്പൻ പോയ്സൺ, നമ്മൾ സ്നേക്ക് പോയ്സൺസിൽ വരുന്നത് അതെപ്പോഴും ഏറ്റവും കൂടുതൽ ഹാർട്ടിൻ്റെ ആക്ഷൻ ഉള്ളത് അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ, ബ്ലഡ് വെസൽസിൽ ആക്ഷനുള്ള മെഡിസിൻസ് എന്ന് പറയുന്നത് പലപ്പോഴും സ്നേക്ക് റെമഡീസ്. ഇനി അടുത്തതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാട്രം ഗ്രൂപ്പ്. നാട്രം ഗ്രൂപ്പിന് പൊതുവെ കാണുന്നത് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ അതിഉഷ്ണ സമയമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് സൺ അഗ്രവേഷനാണ്. അത് ഹെഡേക്ക് ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആകാം. അവിടെ വരുന്നത് പൊതുവെ നാട്രം ഗ്രൂപ്പാണ്. അതിൽ തന്നെ നാട്രം കാർബാണ് ഏറ്റവും ശക്തിയായിട്ട് നമ്മൾ ഇപ്പോൾ ഹീറ്റ് സ്ട്രോക്ക്, സൺ സ്ട്രോക്കിനൊക്കെ ഉപയോഗിക്കുന്ന റെമഡി. ഈ നാച്ചുറൽ അനലോഗ്സ് ഉണ്ട്. ഫൈറ്റോലക്ക മെർക്കൂറിയസിന്റെ അനലോഗാണ്. അത് ഈ പൾസാറ്റില, കാലിസൽ. ഇനി അടുത്തതായിട്ട് പറയേണ്ടത് ക്ലിനിക്കൽ റിലേഷൻഷിപ്പ് ഓഫ് റെമഡീസ്. അത് പലപ്പോഴും ഇതിനെക്കുറിച്ച് പല ഓതേഴ്സും പറയുന്നുണ്ട്. നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള പല കാൽവിന്നറിൻ്റെ റിലേഷൻഷിപ്പ് ഓഫ് റെമഡീസ് ഉണ്ട്, അല്ലെങ്കിൽ ഗിബ്സൺ മില്ലറിൻ്റെ ഉണ്ട്. പിന്നെ നമ്മുടെ മെറ്റീരിയ മെഡിക്ക, ആലൻ സ്കീനോട്ട്, ബോറിക്ക്, ഇതിലെല്ലാം റിലേഷൻഷിപ്സ് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നല്ല ക്രോണിക് കേസസ്, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള, വളരെ ക്രോണിക് ആയിട്ടുള്ള ക്രോണിക് ഡിസീസ് ചെയ്യണമെങ്കിൽ ഈ റിലേഷൻഷിപ്പ് അറിഞ്ഞിരിക്കേണ്ടത് ഒരു അത്യാവശ്യം തന്നെ. ഇനി ക്ലിനിക്കൽ റിലേഷൻഷിപ്പ്, ഇതിനൊക്കെ എന്താണ് ഇതെന്ന് പറഞ്ഞാൽ, ക്ലിനിക്കൽ റിലേഷൻഷിപ്പ് പലപ്പോഴും ക്ലിനിക്കിൽ കണ്ടിരിക്കുന്ന, നമ്മുടെ ക്ലിനിക്കൽ പ്രൂവിങ് എന്നൊക്കെ പറയുന്ന പോലെ ക്ലിനിക്കിൽ കണ്ടിരിക്കുന്ന ചില റിലേഷൻഷിപ്പാണ്. അത് പ്രാക്ടിക്കൽ യൂസ് കൊണ്ട് പല മുൻകാല പ്രാക്ടീഷണേഴ്സും ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അതേപോലെ ഇതെല്ലാം വരുന്നത്, ഈ റിലേഷൻഷിപ്പ് എല്ലാം വരുന്ന സെക്കൻഡ് പ്രിസ്ക്രിപ്ഷൻ തുടങ്ങിയാണ്. പലപ്പോഴും ഈ ക്രോണിക് ഡിസീസസ് ഉള്ള ഒരാൾ, ഇപ്പോൾ ഒരു കൽക്കേരിയക്കാരൻ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, അയാൾക്കുണ്ടാകുന്ന ഒരു അക്യൂട്ട് കണ്ടീഷൻ പലപ്പോഴും ബെൽഡോണ ആയിരിക്കും റെമഡി. അപ്പോൾ ക്രോണിക് അക്യൂട്ട് ഓഫ് ദ ക്രോണിക് ഡിസീസ്, അത് പല ഡിസീസിലും നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. കാരണം പലപ്പോഴും നമുക്കറിയാം ചില കുട്ടികളുണ്ട് എപ്പോഴും ന്യൂമോണിയ വരിക, എവറി 3 months 4 months അവർക്ക് ന്യൂമോണിയ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ന്യൂമോണിയ ഉള്ള ഒരു സമയത്ത് പലപ്പോഴും ആൻറ്റിമോണിയം ടാർട്ടാരിക്കം ആയിരിക്കും ബെസ്റ്റ് റെമഡി, അല്ലെങ്കിൽ ആർസനിക് ഐഡൈഡ്, ആൻറ്റിമോണിയം ടാർട്ടാരിക്, ആർസനിക് ആൽബ്, ഇങ്ങനെയുള്ള റെമഡീസ് ആയിരിക്കും. പക്ഷെ ഇത് മാറിക്കഴിയുമ്പോൾ നമുക്ക് ആവശ്യം മറ്റു റെമഡീസ് ഉണ്ട്, കുറെ ഡീപ്പർ ആക്ടിങ് ആയിട്ടുള്ള, പിന്നീട് ഇതിൻ്റെ റെക്കറൻസ് വരാതിരിക്കാനുള്ള, അതും അതിൻ്റെ മയസവും കൂടി കവർ ചെയ്യുന്ന റെമഡീസ് ഉണ്ട്, ട്യൂബർക്കുലിനം പോലെയുള്ള മരുന്ന്.
അപ്പോൾ ആന്റിമോണിയം ടാറ്റാറിക്കം പലപ്പോഴും നമ്മൾ അക്യൂട്ട് റെമഡി ആയിട്ട് ഉപയോഗിക്കുകയും അത് അവരുടെ അസുഖം മാറിക്കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നീട് നമ്മളുടെ ചിന്ത വരുന്നത് പലപ്പോഴും ഈ രോഗം ഇനി വരാതിരിക്കാൻ എന്ത് ചെയ്യണം. പലപ്പോഴും പേഷ്യൻസ് പറയുന്നത്, ഞാൻ ഡോക്ടറുടെ അടുത്ത് വരാൻ കാരണം പലപ്പോഴും ഈ പറയുന്ന എൻ്റെ കുട്ടിക്ക് പല പ്രാവശ്യം ന്യൂമോണിയ ഉണ്ടായിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ഞാൻ ഹോസ്പിറ്റലിൽ പോകും, ഓരോ പ്രാവശ്യവും കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഇസ് ഗിവൺ. അപ്പം എന്നിട്ട് ഇത് മാറ്റി, ഇതില്ലാതെ ഒരു ജീവിതം കുട്ടിക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പലരും ഹോമിയോ ഡോക്ടറെ എടുത്തിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഈ ആന്റിമോണിയം ടാറ്റാറിക്കം മാരിക്കും പലരുടെയും ഏറ്റവും ബെസ്റ്റ് റെമഡി, ഏറ്റവും കൂടുതൽ ആക്ഷൻ കിട്ടിയ റെമഡി പലതുമുണ്ട്. ഫോസ്ഫറസ് ഉണ്ട്, ബ്രയോണിയ ഉണ്ട്, പല മരുന്നുകളുണ്ട്, ആഴ്സനിക് ആൽമണ്ട്, ആഴ്സനിക് ആയിട്ടുണ്ട്, പല റെമഡീസ്. ഇതേത് കൊടുത്താലും ശരി, പലപ്പോഴും ഇതൊക്കെ ആ അക്യൂട്ട് കണ്ടീഷന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള റെമഡീസ് ആയിരിക്കും, വളരെ എഫക്റ്റീവുമായി. പക്ഷെ പിന്നീട് ഇത് വരാതിരിക്കാനുള്ള റെമഡി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തന്നെ കോംപ്ലിമെൻ്ററി റെമഡീസിലേക്ക് പോകേണ്ടി വരും. അതിപ്പോൾ നമ്മൾ ഈ പറയുന്ന റെമഡീസ് എല്ലാം നോക്കിക്കോളുക. ന്യൂമോണിയ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ട്യൂബർക്കുലമാണ്, അതിൽ ക്രോണിക് റെമഡി അല്ലെങ്കിൽ അതിൻ്റെ മയസ്മാറ്റിക് റെമഡി ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു റെമഡി കൊടുത്ത്, ഒരു ട്യൂബർക്കുലിനോ അല്ലെങ്കിൽ അതുപോലെ ഡീപാക്കിംഗ് ആയിട്ടുള്ള റെമഡീസ് കൊടുത്ത് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു ക്യൂറായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റേത് താൽക്കാലികമായിട്ട് നമ്മൾ ആ രോഗത്തെ മാറ്റിയെന്നേ പറയാൻ പറ്റുള്ളൂ. അത് പിന്നീട് വരുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണല്ലോ ഹനുമാൻ ക്രോണിക് ഡിസീസ് വീണ്ടും എഴുതേണ്ടി വന്നത്. നമുക്കറിയാം, ഓർഗൻ ഓഫ് മെഡിസിൻ എഴുതി, അത് 4 എഡീഷൻസ് എഴുതി കഴിഞ്ഞിട്ടാണ് ക്രോണിക് ഡിസീസ് പബ്ലിഷ് ചെയ്യുന്നത് 1828. അപ്പോൾ ഈ ഇത്രയും എഡീഷൻസിൽ കൊണ്ട് തൃപ്തനാകാതെ അദ്ദേഹം ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞ് മറ്റൊരു ബുക്ക് തന്നെ എഴുതാനുണ്ടായ കാരണം ഈ ക്രോണിക് ഡിസീസ് ട്രീറ്റ്മെൻറ്റിൽ ആവശ്യം വരുന്ന ചില കാര്യങ്ങളെ കൂടി ഇൻക്ലൂഡ് ചെയ്യാനും അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ ഒറിജിനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിനെ എങ്ങനെ ഫോർവേഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുകൂടി നമ്മൾ കണക്കെടുത്തുകൊണ്ട് വേണം ഈ കാര്യങ്ങളിലേക്ക് പോകാൻ. ഇപ്പം സെക്കൻഡ് പ്രിസ്ക്രിപ്ഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ പഴയ റെമഡി തന്നെ സെയിം പൊട്ടൻസി ആകാം, അല്ലെങ്കിൽ പഴയ റെമഡി തന്നെ ഹയർ പൊട്ടൻസി ആകാം, അതും അല്ലെങ്കിൽ ഒരു കോംപ്ലിമെൻ്ററി റെമഡി ആകാം, അതും അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ മരുന്ന് തെറ്റാണെന്ന് നമുക്ക് തോന്നി, നമ്മൾ കൊടുത്ത ഒരു മരുന്ന് തെറ്റാണെന്ന് തോന്നുകയും അതിൻ്റെ ആക്ഷൻ നിലനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ആൻറ്റിഡോട്ട് ചെയ്യേണ്ട വരാം. അതും അല്ലെങ്കിൽ ഇൻ്റർ കറൻറ്റ്, പിന്നെ റെമഡീസ് ദാറ്റ് ഫോളോ. ഇപ്പം ഇൻ്റർ കറൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ഒരു രോഗി നമ്മുടെ അടുത്ത് എത്തുമ്പോഴത്തേക്കും പലപ്പോഴും അയാളുടെ സെൻസിറ്റിവിറ്റിയൊക്കെ കുറേ നഷ്ടപ്പെട്ടു വരും. പലപ്പോഴും കറക്റ്റ് മരുന്ന് നമ്മൾ റെപ്പട്രൈസ് ചെയ്തോ അല്ലാതെയോ ഒക്കെ ചൂസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു റെസ്പോൺസ് ആ കേസിൽ വരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ അത് വൈറ്റൽ ഫോഴ്സിൻ്റെ സസെപ്റ്റബിലിറ്റി കുറഞ്ഞതുകൊണ്ടാകാം. അതും അല്ലെങ്കിൽ ചില ആൾക്കാരിൽ കറക്റ്റ് റെമഡി കൊടുക്കുമ്പോൾ വളരെ സിവിയർ അഗ്രവേഷൻ ഉണ്ടാകും. ഈ സിവിയർ അഗ്രവേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം അയാളുടെ സസെപ്റ്റബിലിറ്റി കൂടിയത് കൊണ്ടും കൂടിയാണ്. അപ്പോൾ ഈ സസെപ്റ്റബിലിറ്റിയെ ചിലപ്പോൾ നമ്മളൊന്ന് ട്യൂൺ ചെയ്യേണ്ടി വരും. ഈ സസെപ്റ്റബിലിറ്റി ചിലയിടത്ത് ഇൻക്രീസ് ചെയ്യേണ്ടി വരും, ചിലയിടത്ത് കുറെ കൂടി ഡിക്രീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് സാധ്യമാകുന്നത് ഈ കോംപ്ലിമെൻ്ററി റെമഡി കൂടിയാണ്, ഇന്റർ കറൻറ്റ് റെമഡി കൂടി. ഇന്റർ കറൻറ്റ് സെലക്ട് ചെയ്യുമ്പോഴും അത് സിംറ്റമറ്റോളജിയെ ബേസ് ചെയ്ത് തന്നെയാണ് സെലക്ഷൻ. കാരണം നമുക്കറിയാം, ഹോമിയോപ്പതിയിൽ സിംറ്റംസ് ആണ് മെയിൻ, ഡയഗ്നോസിസ് അല്ല. അപ്പോൾ ഈ സിംറ്റം എന്താണ് എന്ന് വെച്ചാൽ ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്ന സിംറ്റംസ് ഡിഫറൻ്റ് ആയതുകൊണ്ട് ഒരേ ഡിസീസിൽ തന്നെ ഓരോ വ്യക്തിയിലും ഡിഫറെൻറ്റ് സിംറ്റംസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് സിംറ്റമറ്റോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഹണിവൻ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ എന്തെല്ലാം ആധുനികമായ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ഒക്കെ വന്നെങ്കിലും അപ്പോൾ നമ്മൾ ഏത് സ്കാൻ എടുത്ത് നോക്കുമ്പോഴും അതിൻ്റെ അടിയിലൊരു വാചകമുണ്ട്, ഷുഡ് ബി കോറിലേറ്റഡ് വിത്ത് ദ സിംറ്റംസ് ഓഫ് ദ പേഷ്യൻറ്റ്. അപ്പോൾ ഇന്നും അതിൻ്റെ പ്രാധാന്യം ഇല്ലാതായിട്ടില്ല. എന്തെല്ലാം മെഡിക്കൽ സയൻസ് ഇമ്പ്രൂവ് ചെയ്തെന്ന് പറയുമ്പോഴും അതിൻ്റെ പ്രാധാന്യം ഇല്ലാതാകുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഇന്റർ കറൻറ്റിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, അതും അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം സസെപ്റ്റബിലിറ്റി കൂടിയ ആൾക്കാരിൽ പലപ്പോഴും സിവിയർ അഗ്രവേഷൻ ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ നെക്സോമിക്ക, കോഫിയ എന്നുള്ള അങ്ങനത്തെ ഇന്റർ കറൻറ്റ് റെമഡീസ്. അതേലും ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാര്യമാണ് പലപ്പോഴും കറക്റ്റ് മെഡിസിൻ കൊടുത്തിട്ട് വേണ്ടത്ര റെസ്പോൺസ് കിട്ടാതെ പോവുക. അതും അല്ലെങ്കിൽ ആ മരുന്നിൻ്റെ മിക്കവാറും പൊട്ടൻസികളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടും അത് വീണ്ടും ഇൻഡിക്കേറ്റഡ് ആകുന്നുണ്ട്, പക്ഷേ
അത് ഫർദർ ആക്ഷൻ കിട്ടാതെയും വരും. അപ്പോൾ അവിടെയാണ് പലപ്പോഴും സസെപ്റ്റബിലിറ്റി വളരെ ലോ ആണ്, അല്ലെങ്കിൽ സസെപ്റ്റബിലിറ്റി ആ പേഷ്യൻറ്റിൻ്റെ അത്രയും കുറഞ്ഞു പോയി. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും കാർബോവേജ്, OPM, അതേപോലെ തന്നെ സൾഫർ, അതാണ് വെൽ സെലക്ടഡ് റെമഡി ഫെയിൽസ് സൾഫർ എന്നൊക്കെ നമ്മുടെ മെറ്റീരിയൽ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് OPM വരുന്നത് പല ആൾക്കാരിലും ഒരു ഒരു എന്താണ്, പല പ്രായമായ ആൾക്കാർ പലപ്പോഴും നമ്മുടെ രോഗികളായിട്ട് വരുമ്പോൾ, അതും അല്ലെങ്കിൽ പലപ്പോഴും ക്യാൻസറൊക്കെ ഉള്ള പേഷ്യൻസ്, അതിൻ്റെ റേഡിയേഷൻ അല്ലെങ്കിൽ കീമോതെറപ്പി ഇതെല്ലാം ചെയ്തിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരിലെല്ലാം ഈ പറയുന്ന ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. അവിടെ നമ്മളിപ്പോൾ പ്രായത്തിൻ്റെതായ സസെപ്റ്റബിലിറ്റിയുടെ കുറവ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പ്രായത്തിൻ്റെതായ വരുന്ന സംഭവങ്ങളിൽ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് കാർബോ വെജിറ്റബിൾസ്, ബരേറ്റ കാർബ്, OPM ഇതുപോലെയുള്ള. കാരണം ഒരു ന്യൂറസ്റ്റീനിയ എന്നുള്ള കണ്ടീഷനൊക്കെ വരുമ്പോൾ അയാളുടെ നമുക്കറിയാം പ്രായം കൂടുന്തോറും ഓരോ വ്യക്തികളുടെയും ഓരോ പ്രത്യേക ഏരിയകളിൽ ലൊക്കേഷൻ അല്ലെങ്കിൽ സിസ്റ്റത്തിലാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാണുന്നത്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ പലപ്പോഴും ഈ ഇൻ്റർകറന്റ് റെമഡീസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, അതും അല്ലെങ്കിൽ ഒരു മയസ്മാറ്റിക് ബ്ലോക്ക്, ചില മരുന്നുകൾ ആദ്യമൊക്കെ വളരെ എഫക്റ്റീവായിട്ട് വരും, പിന്നീട് അത് വീണ്ടും അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത പൊട്ടൻസിയിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് അത് മുന്നേറുന്നില്ല എന്ന് കാണുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ മരുന്ന് കറക്റ്റ് ആയിരിക്കാം, പക്ഷേ പേഷ്യൻറ്റിൻ്റെ സസെപ്റ്റബിലിറ്റി കുറവോ കൂടുതലോ ആയിരിക്കും. അപ്പോൾ പലപ്പോഴും ഇത് കുറവായിട്ടാണ്. അതിൻ്റെ ഒരു കാരണം പലപ്പോഴും മയസ്മാറ്റിക് ബ്ലോക്കാണ്. അതാണ് നമ്മുടെ പല ഓതേഴ്സും പറയാറുള്ള ഒരു കാര്യമാണ് മയസ്മാറ്റിക് ബ്ലോക്ക് ആൻഡ് ഹൗ ടു റിമൂവ് ദ. അപ്പോൾ നമ്മൾ അതിൻ്റെ മയസം എന്താണെന്ന് അറിഞ്ഞ് ഒരുപക്ഷെ ഒരു മെഡോറിനം അല്ലെങ്കിൽ ഒരു ട്യൂബർക്കുലിനം അല്ലെങ്കിൽ ഒരു സൾഫർ, പലപ്പോഴും നമുക്കറിയാം ഈ ഫീവറിലൊക്കെ ഇൻഡിക്കേറ്റർ റെമഡി ചിലപ്പോൾ ഒരു ബ്രയോണിയോ ജെൽസീമിയോ ഒക്കെ ആയിരിക്കാം. അതിൽ നമുക്ക് നല്ല റിലീഫ് ആ പേഷ്യൻറ്റിന് കിട്ടുന്നുണ്ട്, പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ വരും. അവിടെ ഒരു ഡോസ് സൾഫർ വണ്ണം അല്ലെങ്കിൽ ഒരു ഡോസ് ട്യൂബർക്കുലിനം കൊടുത്തിട്ട് അതിൻ്റെ ആക്ഷൻ തീരുമ്പോൾ അടുത്ത പഴയ റെമഡിയിലേക്ക് തന്നെ വരുമ്പോൾ നല്ലൊരു വ്യത്യാസം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വെൽ സെലക്ടഡ് റെമഡി ഫെയിൽസ് ഗീവ് സൾഫർ അല്ലെങ്കിൽ ട്യൂബർക്കുലിനം എന്നൊക്കെ പറയും. പിന്നീടുള്ള ഇതെന്ന് വെച്ചാൽ കോംപ്ലിമെൻ്ററി. എന്താണ് ഈ കോംപ്ലിമെൻ്ററി? നമ്മളെപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ് കോംപ്ലിമെൻ്ററി. ഇതാണ് ഈ റെമഡി വിച്ച് കംപ്ലീറ്റ് ദ ആക്ഷൻ ഓഫ് ദ പ്രീവിയസ് ഓർ ദ ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ. നേരത്തെ കൊടുത്ത മരുന്നിൻ്റെ ആക്ഷൻ പൂർണ്ണമാക്കുന്ന മറ്റൊരു മരുന്നാണ് കോംപ്ലിമെൻ്ററി റെമഡി എന്ന് പറയുന്നത്. അപ്പോൾ അത് പലപ്പോഴും ഇതൊരു ആവശ്യമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പൊതുവെ പേഷ്യൻസ് വരുന്നത് ഒരു അക്യൂട്ട് ഫേസിനാണ്. ഈ അക്യൂട്ട് ഫേസ് കവർ ചെയ്യാൻ പലപ്പോഴും നമ്മൾ ഒരു അക്യൂട്ട് റെമഡി തന്നെ വേണ്ടി വരും. പലപ്പോഴും നമുക്കറിയാം മെഡിക്കൽ പറയുന്ന പോലെ സ്റ്റാർട്ട് വിത്ത് വെജിറ്റബിൾ ഡ്രഗ് എന്ന് പറയുന്നുണ്ട് ചില ഭാഗത്ത്. ചിലടത്ത് പറയുന്നുണ്ട് നെക്സോമിക്ക ഇസ് എ വെരി ഗുഡ് ഡ്രഗ് ടു സ്റ്റാർട്ട് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് എ ഡിസീസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ നെക്സോമിക്ക നമുക്കറിയാം, നെക്സോമിക്കയ്ക്ക് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ആക്ഷൻ ഇല്ല. പക്ഷേ ഗാസ്ട്രോഇന്റെസ്റ്റിനൽ സിസ്റ്റത്തിൽ തുടക്കത്തിൽ ഏറ്റവും നല്ല മരുന്നെന്ന് പറയുന്നത് നെക്സോമിക്ക തന്നെ. ഏറ്റവും നല്ല ഗാസ്ട്രോഇന്റെസ്റ്റിനൽ റെമഡിയും നെക്സോമിക്ക. പക്ഷെ പലപ്പോഴും ഈ നെക്സോമിക്ക കൊണ്ട് കൊടുത്തിട്ട് പ്രയോജനമുണ്ട്, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ല. അപ്പോഴാണ് നമ്മൾ ലൈക്കോപോഡിയത്തിലേക്ക് പോകുന്നത്. അതിൽ തന്നെ നമുക്കറിയാം ഒരു ട്രയോ പോലെയാണ് നെക്സോമിക്ക, ലൈക്കോപോഡിയം, കാർബോവേജ്. അപ്പോൾ ഇത് നമ്മൾ പല ഡിസീസസിലും ഈ ഒരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അത് ക്യൂർ ചെയ്യാൻ കഴിയും. പിന്നെ രണ്ടാമത് ഇതിന് കോംപ്ലിമെൻ്ററി എന്ന് പറയുന്നത്, പലപ്പോഴും ഈ അക്യൂട്ട് കണ്ടീഷനിൽ വരുന്ന ഒരു പേഷ്യൻ്റ് ആ അക്യൂട്ട് കണ്ടീഷൻ മാറിയിട്ട് അയാളുടെ ക്രോണിക് ഡിസീസ് അവിടെ റിമെയിൻ ചെയ്യാൻ. അപ്പോൾ ഈ ക്രോണിക് ഡിസീസിനെ പിന്നെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ അതിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ പലപ്പോഴും അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിരുന്നു. ഇപ്പോൾ പല പേഷ്യൻസും അക്യൂട്ട് ടോൺസിലൈറ്റിസ് അല്ലെങ്കിൽ അക്യൂട്ട് എന്തെങ്കിലും അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനിലൊക്കെ വരുന്ന പേഷ്യൻസിന് അക്കണൈറ്റ് നമ്മൾ കൊടുക്കാറുണ്ട്, ബ്രയോണിയ കൊടുക്കാറുണ്ട്, ബെൽഡോണ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ബെൽഡോണയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അയാളുടെ അക്യൂട്ട് കണ്ടീഷൻ മാറി, പക്ഷേ ഇത് വീണ്ടും റെക്കർ ചെയ്യുമെന്ന് നമുക്കറിയാം, അയാളുടെ നേച്ചർ അതാണ്. അപ്പം അങ്ങനെയുള്ള ചില അസുഖങ്ങളുണ്ട്. അത് വരുമ്പോഴത്തേക്ക് ഈ ബെൽഡോണയ്ക്ക്
കോംപ്ലിമെൻ്ററി ആയിട്ട് ട്യൂബർക്കുലിനമോ അല്ലെങ്കിൽ കൽക്കരിയ കാർബോ ഒക്കെ വേണ്ടി വരും. അതേപോലെ തന്നെ നമുക്കറിയാവുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ആഴ്സനിക് ആൽബം. പല കേസുകളിലും ആസ്മ കേസസിലും ആഴ്സനിക് ആൽബ് വളരെ എഫക്റ്റീവാണ്. അതിൻ്റെ അക്യൂട്ട് ഫേസിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മജോറിറ്റി ഓഫ് ദി കേസസിലും ആഴ്സനിക് ആൽബ് നമ്മൾ അല്ലെങ്കിൽ ഒരു 30 to 40% ഓഫ് ദി കേസസ് ആസ്മാറ്റിക് കേസസ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡ്രഗാണ് ആഴ്സനിക് ആൽബ് അല്ലെങ്കിൽ ആഴ്സനിക് ആൽബ്. പക്ഷേ അത് കെൻറ്റിൻ്റെ മെറ്റീരിയ മെഡിക്ക വായിക്കുമ്പോൾ അറിയാം, അതിൽ തൂജ എന്ന് പറയുന്ന ഡ്രഗിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ആഴ്സനിക് ആൽബ് ആസ്മ ക്യൂർ ചെയ്യില്ല. ഇറ്റ് ഷുഡ് ബി ഫോളോഡ് വിത്ത് തൂജ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആഴ്സനിക് ആൽബിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് ആസ്മ അസുഖത്തിൽ തൂജയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ആഴ്സനിക് ആൽബിൽ തന്നെ പല കോംപ്ലിമെൻ്ററികളും ഉണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം ഫോസ്ഫറസ് ഒരു കോംപ്ലിമെൻ്ററി ആണ് ആഴ്സനിക് ആൽബിൻ്റെ, സൾഫർ കോംപ്ലിമെൻ്ററി ആണ്, തൂജ കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ആഴ്സനിക് ആൽബ് കഴിഞ്ഞ് ഈ കോംപ്ലിമെൻ്ററിയിൽ ഏത് കോംപ്ലിമെൻ്ററി സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. അപ്പോൾ ഇത് അറിയുന്നത് പലപ്പോഴും, അല്ലെങ്കിൽ നമ്മളെ അതിനൊരു ഡയറക്ഷൻ കിട്ടുന്നത് പലപ്പോഴും സിംറ്റമറ്റോളജി തന്നെ. അപ്പോൾ നമുക്കറിയാം പലപ്പോഴും ഈ കോംപ്ലിമെൻ്ററിനെ സെലക്ട് ചെയ്യുന്നത് തന്നെ ബേസ്ഡ് ഓൺ സിംറ്റമറ്റോളജിയാണ്, അല്ലെങ്കിൽ റെമഡീസ് ഇൻ സീരീസ് എന്ന് പറയും. റെമഡീസ് ഇൻ സീരീസ് നമുക്കറിയാം സൾഫർ കൽക്കരിയ ലൈക്കോപോഡിയം, പൾസറില സൈലീഷ്യ, ഫ്ലൂറിക് ആസിഡ്, ഇങ്ങനെ പല പല സീരീസുകളുണ്ട്. നെക്സോമിക്ക ലൈക്കോപോഡിയം കാർബോവേജ്, അതല്ലെങ്കിൽ നെക്സോമിക്ക ലൈക്കോപോഡിയം അയോഡം, ഇങ്ങനെ പല പല കോംപ്ലിമെൻ്ററികളും ഉണ്ട്. അല്ലെങ്കിൽ ആ സീരീസിനെ നമ്മൾ കണ്ടുവരും. പിന്നെ ഈ കോംപ്ലിമെൻ്ററി റെമഡി എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ പ്രീവിയസ് കൊടുത്ത റെമഡിയേക്കാൾ ഡീപ്പ് ആക്ടിങ് ആയിരിക്കണം. അത് പലപ്പോഴും അത് മയസ്മാറ്റിക് ആണ്, ചിലതെല്ലാം അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി ആയിരിക്കും. അപ്പോൾ ആ ഒരു ഐഡിയ നമ്മളിലുണ്ടാകും. കോംപ്ലിമെൻ്ററി റെമഡി വരുമ്പോൾ കുറച്ചുകൂടി ഡീപ്പ് ആക്ടിങ് ആയിട്ടുള്ള ഡ്രഗ്, അതിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പലപ്പോഴും വരുന്നത് ഒരു വെജിറ്റബിൾ ഡ്രഗ് ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് പലപ്പോഴും വരുന്നത് നെക്സ്റ്റ് വരുന്ന ആനിമൽ അല്ലെങ്കിൽ മിനറൽ അല്ലെങ്കിൽ നോസോഡ് ആയിരിക്കും. ഒരു പലപ്പോഴും അത് വെജിറ്റബിൾ ഡ്രഗ് തന്നെ ആയിരിക്കുകയില്ല. അടുത്തതായിട്ട് ഇൻകോമ്പറ്റബിൾ റെമഡി എന്ന് പറഞ്ഞ് പലപ്പോഴും റിലേഷൻഷിപ്പിൽ കാണാറുണ്ട്. അതെന്താണെന്ന് അതിൽ പറയുന്ന ഇറ്റ് നൈദർ ഫോളോ വെൽ ഓർ ആൻറ്റിഡോട്ട് ഈച്ച് അതർ. ഇത് ഇൻകോമ്പറ്റബിൾ ആണ്, ഇത് ഫോളോ ചെയ്യില്ല. അതേസമയം ഇറ്റ് വിൽ നോട്ട് ആൻറ്റിഡോട്ട് ഈച്ച് അതർ. ഇതാണ് ഇൻകോമ്പറ്റബിൾ എന്ന് പറയും. ഇനി അടുത്തതായിട്ട് പറയുന്നത്, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻകോമ്പറ്റബിൾ റെമഡി നമ്മൾ ആദ്യം കൊടുത്ത മെഡിസിൻ ശേഷം ഒരു ഇൻകോമ്പറ്റബിൾ റെമഡിയാണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. അതിൽ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് ഒരു ഇൻ്റർവീനിങ് റെമഡി കൊടുക്കണം. ആ ഇൻ്റർവീനിങ് റെമഡി അതിൻ്റെ ആക്ഷൻ തീർന്നതിന് ശേഷം വേണം നമ്മൾ വീണ്ടും ഇതിലേക്ക് വരാം. അപ്പോൾ ഈ ഇൻകോമ്പറ്റബിൾ റെമഡിക്ക് മുമ്പ് ഒരു ഇൻ്റർവീനിങ് റെമഡി എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നുണ്ട്. അതിന് അതിൻ്റെ പീരിയഡ് ഓഫ് ആക്ഷൻ തീരുന്നിടം വരെ വെയിറ്റ് ചെയ്യുകയും ചെയ്യണം. ഇനി അടുത്തതായിട്ട് വരുന്നത് പലപ്പോഴും എക്സാമ്പിൾസ് ആയിട്ട് അമോണിയം കാർബിലാക്കസ്, എപ്പിസ്, റെസ്റ്റോക്സ്, ഇതെല്ലാം ഇൻകോമ്പറ്റബിൾ ആണ്. നമുക്ക് അക്കണൈറ്റ് അസറ്റിക് ആസിഡ് ഇൻകോമ്പറ്റബിൾ ആണ്. വെൽഡോണർ, കാലിബൈക്രോമിക്കം, കൽക്കേറിയ, നൈട്രിക് ആസിഡ്, കൽക്കേറിയ, ഇതെല്ലാം ഇൻകോമ്പറ്റബിൾ റെമഡീസ് ആണ്. വേറെ ഉണ്ട്, ഇഷ്ടംപോലെ റെമഡീസ് ഉണ്ട് ഇൻകോമ്പറ്റബിൾ ആയിട്ടുള്ള. സൾഫർ കഴിഞ്ഞാൽ ലൈക്കോപോഡിയം, അതേസമയം ലൈക്കോപോഡിയം കഴിഞ്ഞ് സൾഫർ കൊടുക്കാം, സൾഫർ കഴിഞ്ഞ് ലൈക്കോപോഡിയം കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ പല റെമഡീസും ഉണ്ട്. അതേപോലെ തന്നെ കോംപ്ലിമെൻ്ററി സിംറ്റമാറ്റിക് ആയിട്ടുള്ള കോംപ്ലിമെൻ്ററികളുണ്ട്. ആൻറ്റി ടാർട്രിപ്പിക് രണ്ടിനും നമുക്കറിയാം വോമിറ്റിംഗ് ഉണ്ട്, നോഷിയ ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലിമെൻ്ററി റെമഡി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ റീനൽ ഡിസീസസ്, കിഡ്നി ഡിസീസിൽ എപ്പിസ് നാട്രമൂർ. എപ്പിസ് എല്ലാവരും നമ്മുടെ കിഡ്നി എന്ന് പറയുന്ന ഓർഗൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ എപ്പിസ് ആണ് അതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്രഗ്. കാരണം ഏറ്റവും കൂടുതൽ കിഡ്നിയിൽ ആക്ഷനുള്ള ഡ്രഗിലൊന്നാണ് എപ്പിസ്. ഈ എപ്പിസ് കൊടുത്തു കഴിഞ്ഞ് പലപ്പോഴും നമ്മൾ നെഫ്രൈറ്റിസ്, ഒത്തിരി ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് നെഫ്രൈറ്റിസ്.
അതിൽ പലപ്പോഴും എപ്പിസാണ് ബെസ്റ്റ് റെമഡി. പക്ഷേ എപ്പിസ് കഴിഞ്ഞ് പലപ്പോഴും ഈ എപ്പിസ് കൊണ്ട് ആ ഒരു റെക്കർ ചെയ്യുന്ന ഒരു നെഫ്രൈറ്റിസ് കേസ് ക്യൂർ ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ അത് ക്യൂർ ചെയ്യേണ്ട ഒരു ലെവലിലേക്ക് വരുമ്പോൾ ഈ എപ്പിസിന് ശേഷം നാട്രമൂറാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ചില റെമഡീസ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് കോംപ്ലിമെൻ്ററി ആയിരിക്കും. ബ്രയോണിയ റെസ്റ്റോക്സ്, റെസ്റ്റോക്സിൻ്റെ കോംപ്ലിമെൻ്ററി ആണ് ബ്രയോണി, ബ്രയോണിയുടെ കോംപ്ലിമെൻ്ററി ആണ് റെസ്റ്റോക്സ്. അപ്പോൾ കോംപ്ലിമെൻ്ററി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡെപ്ത് ഓഫ് ആക്ഷനുള്ള ഒരു റെമഡി. അതും പലപ്പോഴും അത് അതിൻ്റെ നെക്സ്റ്റ് കിങ്ഡം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഗ്രൂപ്പിൽ വരുന്ന, അതിൻ്റെ ഹയർ ഡെപ്പർ ആക്ഷനുള്ള ഗ്രൂപ്പിൽ വരുന്ന ഒരു റെമഡി ആയിരിക്കണം. ലൈക്കോപോഡിയം അയോഡം ഇതെല്ലാം കോംപ്ലിമെൻ്ററി ആണ്. ഇനി സിംറ്റമാറ്റിക് ആയിട്ടുള്ള കോംപ്ലിമെൻ്ററി റെമഡീസ് എന്ന് പറയുമ്പോൾ പെട്രോളിയം സെപ്പിയ, പൾസാറ്റില കാലിസെൽഫ്, സബൈന തൂജ, നാട്രം സൾഫ് തൂജ. നമുക്കറിയാം ഈ സൈക്കോട്ടിക് മത്സ്യത്തിലാണ് എപ്പോഴും അഗ്രവേഷൻ ഫ്രം ഡാം കോൾഡ് വരുന്നത്. ഇപ്പൊ നമ്മൾ 3 മത്സ്യം എടുത്തു കഴിഞ്ഞാൽ പൊതുവെ സോറിക് മത്സ്യത്തിലാണ് വിന്റർ അഗ്രവേഷൻ, സിഫിലിറ്റിക് മത്സ്യത്തിലാണ് സമ്മർ അഗ്രവേഷൻ, സൈക്കോട്ടിക് മത്സ്യത്തിലാണ് ഡാം കോൾഡ് അഗ്രവേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നാട്രം സൾഫും നാട്രം സൾഫ് കഴിയുമ്പോൾ തൂജ വരുന്നത്. തൂജ വെജിറ്റബിൾ ഡ്രഗ് ആണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പലപ്പോഴും ഡീപ്പർ ആക്ടിങ് ഡ്രഗ് തന്നെയാണ്. പിന്നെ വരുന്ന ബെൽഡോണ കൽക്കരിയ കാർവ്, ബ്രയോണിയ നാട്രമൂർ. ഇനി അതിൽ തന്നെ ചില ഗ്രൂപ്പുകളൊക്കെ വരുന്നുണ്ട്. ഇഗ്നേഷ്യ നാട്രമൂർ സെപ്പിയ, ഈ ഗ്രൂപ്പ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് കൊളസിൻ സ്റ്റാഫിസാക്കിയ, ഹെപ്പാർ സൾഫ് സൈലീഷ്യ, നോസോമിക്ക സെപ്പിയ, പൾസാറ്റില സൈലീഷ്യ, ഇങ്ങനെ കുറേ കോംപ്ലിമെൻ്ററി റെമഡീസ് വരുന്നുണ്ട്. ഇത് കൂടാതെ ഇനി അടുത്തതായിട്ട് പറയേണ്ടത് ഈ കോംപ്ലിമെൻ്ററി റെമഡീസ് ഇൻ സീരീസ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സീരീസുകൾ നമ്മൾ അറിയേണ്ടതെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ക്രോണിക് ഡിസീസ് ട്രീറ്റ് ചെയ്ത് അത് കുറഞ്ഞു കഴിഞ്ഞു എന്നിരുന്നാലും അതിൻ്റെ ഒരു എക്സാസർബേഷൻസ് പലപ്പോഴും വീണ്ടും ഉണ്ടാകാറുണ്ട്. ഇപ്പൊ നമ്മൾ സോറിയാസിസ് അല്ലെങ്കിൽ എക്സീമ ട്രീറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു നെക്സ്റ്റ് ഒരു വിന്റർ കഴിഞ്ഞാൽ നമുക്ക് പറയാനൊക്കെയുള്ളൂ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറുകയോ ഇല്ലയോ. കാരണം അത് വിന്റർ അഗ്രവേഷനുള്ള ഒരു സോറിയാസിസ് അല്ലെങ്കിൽ എക്സീമ ആയിരിക്കും. അപ്പോൾ അത് മാറിയോ എന്ന് നമുക്ക് പൂർണ്ണമായി ബോധ്യതയില്ല. കാരണം ഇതിനൊന്നും ടെസ്റ്റുകളില്ല. ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒത്തിരി രോഗങ്ങൾ ഇപ്പോഴുണ്ട്. അപ്പോൾ അതിലെല്ലാം നമ്മൾ അത് വീണ്ടും റെക്കർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ ഈ റെക്കറൻസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അത് അഗ്രിവേറ്റ് ചെയ്യുന്ന ഒരു സീസൺ അല്ലെങ്കിൽ ഒരു കാരണം ഉണ്ടായി, അത് ആ സമയത്തും ആ കാരണം ഉണ്ടായാലും പിന്നീട് ആ അസുഖം വരാതിരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കത് ക്യൂറാന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ഈ ഘട്ടത്തിൽ പലപ്പോഴും ഈ പറയുന്ന സീരീസ് ഓഫ് ഡ്രഗ്സ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രോമിനൻ്റ് ആയിട്ട് വരുന്നതാണ് സൾഫർ കൽക്കരിയ ലൈക്കോപോഡിയം. അതുപോലെ നമ്മുടെ വോണിങ്ങസിൻ്റെ ക്രൂപ്പ് റെമഡീസ്, അക്കണൈറ്റ് സ്പോഞ്ചിയ ഹെപ്പാർ, അതുപോലെ നെക്സോമിക്ക ലൈക്കോപോഡിയം കാർബോവേറ്റ്, ആർസനിക് തൂജ ടാരൻറ്റുല, പൾസാറ്റില സൈലീഷ്യ ഫ്ലൂറിക് ആസിഡ്. അപ്പോൾ ഈ പൾസാറ്റില സൈലീഷ്യ ഫ്ലൂറിക് ആസിഡ് എന്ന് പറയുന്നത് പലപ്പോഴും വെരിക്കോസ് വെയിൻസ്, ഫിസ്റ്റുല, ഫിഷർ, ഈ പറയുന്ന എല്ലാത്തിലും വരുന്ന ഒരു ഡ്രഗാണ്. അതുപോലെ പലപ്പോഴും നമ്മുടെ സൈനസൈറ്റിസ്, ഇതിലൊക്കെ ഈ പറയുന്ന ഡ്രഗ്സ് വരുന്നുണ്ട്. ഈ സീരീസ് പലപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. പലപ്പോഴും രോഗിയുടെ അസുഖം അതിൻ്റെ ഒരു എക്സാസർബേഷൻ ഇല്ലാത്ത സമയത്ത് പലപ്പോഴും നമ്മൾ കാണുന്ന ഈ എക്സീമ സോറിയാസുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്, നവംബർ തൊട്ട് മാർച്ച് വരെയാണ് എനിക്ക് ഇതിൽ അഗ്രവേഷൻ വരും. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വർഷം നവംബർ വരുമ്പോൾ വീണ്ടും വരും, അല്ലെങ്കിൽ അതിന് ചൊറിച്ചിൽ കൂടുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ ആ മാർച്ച് തൊട്ട് നവംബർ വരെ ഈ പറയുന്ന സീരീസ് ഓഫ് ഡ്രഗ്സ് വൺ ആഫ്റ്റർ അനദർ കൊടുക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. കാരണം ഒരു ഡ്രഗ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നില്ല എങ്കിൽ അതിൽ ബാക്കി വരുന്ന കാര്യങ്ങൾ ഇതിൻ്റെ നെക്സ്റ്റ് സീനിയർ അല്ലെങ്കിൽ അതിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്നൊക്കെ പറയുന്ന പോലെ അത് കവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതാണ് ഈ സീരീസ് ഓഫ് റെമഡീസിൻ്റെ ഇമ്പോർട്ടൻസ്. പിന്നെ ഉള്ളത് അനലോഗ്സ് ആണ്. അതിൽ സിമിലർ ആക്ഷൻ ഉണ്ട്. അത് വെജിറ്റബിൾ ഡ്രഗിൽ ഒരു റെമഡി കാണും, അതിൻ്റെ സിമിലർ ആക്ഷനുള്ള ഒരു റെമഡി അനിമലിൽ കാണും, അതുപോലെ സിമിലർ ആക്ഷനുള്ള ഒരു റെമഡി മിനറലിൽ കാണും,
അതുപോലെ സിമിലർ ആക്ഷനുള്ള ഒരു റെമഡി നോസോട്സിലോ ഏതെങ്കിലും കാണും. അപ്പൊ ചില ഓതേഴ്സ് പറയേണ്ട ഒരേ സിംറ്റമറ്റോളജി ഉള്ള ഡ്രഗ്സ് ഈ പറയുന്ന എല്ലാ കിങ്ഡത്തിലും ഉണ്ടായിരിക്കും എന്ന് പറയും ചില ഓതേഴ്സ് പറയുന്നത്. പിന്നെ മറ്റൊന്ന് അനലോഗ്സ് ആയിട്ട് വരുന്നതാണ് ഇഗ്നേഷ്യ നാട്രമോർ. പലപ്പോഴും നമുക്കറിയാം ഒരു ഗ്രീഫ്, ഒരാളുടെ ജീവിതത്തിൽ ഒരു ഗ്രീഫ് ഉണ്ടാകുമ്പോൾ ഏറ്റവും ഫസ്റ്റ് റെമഡി നമ്മൾ ഹോമിയോപ്പതിക്കാർ കൊടുക്കുന്ന റെമഡി എന്ന് പറഞ്ഞാൽ ഇഗ്നേഷ്യ. ആരുടെയെങ്കിലും മരണോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, സങ്കടം, ഡിസപ്പോയിൻമെന്റ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുന്ന ഫ്രഷ് ആയിട്ട് വരുന്ന ഒരു പേഷ്യൻ്റ് തുടക്കത്തിലാണ് വരുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഡ്രഗാണ് ഇഗ്നീഷ്യ. പക്ഷെ അത് ഒരു 6 മാസം കഴിഞ്ഞാണ് ഈ പേഷ്യൻ്റ് വരുന്നതെങ്കിൽ പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് നാട്രമോർ ആയിരിക്കും. അപ്പോൾ ഇഗ്നേഷ്യ നാട്രമോർ. പിന്നെ ഫൈറ്റോലക്ക മെർക്കുറി. ഫൈറ്റോലക്ക നമുക്കറിയാം, നമ്മൾ ബ്രസ്റ്റ് ട്യൂമേഴ്സ് അതല്ലെങ്കിൽ ബ്രസ്റ്റ് മാസ്റ്റൈറ്റീസിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റെമഡി എന്ന് പറയുന്നത് ഫൈറ്റോലക്ക തന്നെയാണ്. അതേപോലെ അരിയംസിപ്പ ലൈക്കോപോഡിയം, ലൈക്കോപോഡിയം സൾഫർ തിരിച്ചു പാടില്ല, ഇതുപോലെ തന്നെ ഈ ഓർഡറിൽ തന്നെ പോകണം, ലൈക്കോപോഡിയം സൾഫർ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കെമിക്കൽ അനലോഗ്സ്. കെമിക്കലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അനലോഗ് വെജിറ്റബിൾ കിങ്ഡത്തിൽ കാണുക. അതാണ് കാലിയൈഡൈഡും ഫൈറ്റോലക്ക, സൾഫർ ആലോസ്, ഫോസ്ഫറസ് സെപ്പിയ സീപ്പ, മഗ്നീഷ്യ കാർബ് കാമമില്ല, ഇങ്ങനെയുള്ള കൽക്കരി കാർബ് ബെൽഡോണ, കുപ്രോമെറ്റാൽഗേപ്പിക്ക, കാലൂമിന ബ്രയോണിയ, ഇങ്ങനെയുള്ള ഡ്രഗ്. ഇനി മറ്റൊന്നാണ് ഇനിമിക്കൽ ഡ്രഗ്സ്. എന്താണ് ഇനിമിക്കൽ ഡ്രഗ് എന്ന് ചോദിച്ചാൽ, ഈ മരുന്നുകൾ വൺ ആഫ്റ്റർ അനദർ അല്ലെങ്കിൽ അടുപ്പിച്ച് കൊടുത്താൽ പലപ്പോഴും അത് വളരെ ഇഞ്ചൂറിയസ് ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ കേസ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്പോയിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനിമിക്കൽ ഡ്രഗ്സ് നമ്മൾ കുറേയൊക്കെ അറിഞ്ഞിരിക്കുക. അത്യാവശ്യം ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും റെയർ ഡ്രഗ്സിലെ റിലേഷൻഷിപ്സ് കാണാറില്ല. പലപ്പോഴും പോളിക്രസ്റ്റ്, ഡീപ്പ് ആക്ടിങ്, മയസ്മാറ്റിക്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ്സിനാണ് നമുക്ക് ഈ പറയുന്ന റിലേഷൻഷിപ്പ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഒരു 10-30 മരുന്നുകളുടെ പോളിക്രസ്റ്റ് റെമഡീസിൻ്റെ അല്ലെങ്കിൽ മയസ്മാറ്റിക്, കോൺസ്റ്റിറ്റ്യൂഷണൽ പോളിക്രസ്റ്റ് റെമഡീസിൻ്റെ റിലേഷൻഷിപ്പ് അത്യാവശ്യം അറിഞ്ഞിരിക്കുക. അതിൽ ഏറ്റവും അധികം അറിഞ്ഞിരിക്കേണ്ടതാണ് ഇനിമിക്കലായിട്ടുള്ള ഡ്രഗ്സ്. അപ്പോൾ എപ്പിസോറസ്റ്റോക്സ് അല്ലെങ്കിൽ ഫോസ്ഫറസ് കോസ്റ്റിക്കം, അതുപോലെ ഈ ചൈന സോറിനം. അപ്പോൾ ഇത് പലപ്പോഴും ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, എനിമിക്കൽ റിലേഷൻഷിപ്പ്. എന്ന് വെച്ചാൽ അത് കേസ് സ്പോയിൽ ചെയ്യും. കാരണം സ്പോയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ബിക്കംസ് സംടൈംസ് ഇൻക്യൂറബിൾ ഓൾസോ. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ എപ്പോഴും ഇനിമിക്കൽ ഡ്രഗ്സ് മെയിൻ ആയിട്ടുള്ള മെഡിസിൻസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും കൂടുതൽ ഉപയോഗിക്കുന്ന ചില മരുന്നുകളുണ്ട്, ആ മരുന്നുകളുടെ ഇനിമിക്കൽ അറിഞ്ഞിരിക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്. പിന്നെ വരുന്നത് ആൻറ്റിഡോട്ടാണ്. അതെന്തോ ആൻറ്റിഡോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് പഴയ മരുന്നിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന മറ്റൊരു ഡ്രഗിനെയാണ് നമ്മൾ ആൻറ്റിഡോട്ടായിട്ട് ഉപയോഗിക്കുന്നത്. അത് പലപ്പോഴും സെലക്ഷൻ ഓഫ് ദി ആൻറ്റിഡോട്ട് തന്നെ പലപ്പോഴും നമുക്കറിയാം പല രീതിയിലാണ്. ചിലത് സിംറ്റമാറ്റിക് ഡ്രഗ് ആൻറ്റിഡോട്ട് ചെയ്യും. ചിലപ്പോൾ നമ്മുടെ യൂണിവേഴ്സൽ ആൻറ്റിഡോട്ട് നെക്സോമിക്ക, നമുക്ക് പലപ്പോഴും മറ്റൊരു വൈദ്യശാസ്ത്രത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ എന്തെല്ലാം മരുന്നുകളാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. പലപ്പോഴും അതിനെയൊക്കെ ആൻറ്റിഡോട്ട് ചെയ്യാൻ നമ്മുടെ യൂണിവേഴ്സൽ ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത് നെക്സോമിക്ക തന്നെയാണ്. അതും അല്ലെങ്കിൽ നമ്മൾ തന്നെ അറിയാതെ ഒരു കറക്റ്റ് അല്ലാത്ത ഒരു മരുന്ന് കൊടുത്തു, ആ മരുന്ന് പിന്നീട് നമുക്ക് മനസ്സിലായത് കറക്റ്റ് അല്ല എന്ന് മനസ്സിലാവുമ്പോൾ അതൊന്ന് മാറ്റണം, അല്ലെങ്കിൽ അതിനെ ആൻറ്റിഡോട്ട് ചെയ്യണം. അതല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്കൊരു ആൻറ്റിഡോട്ടിൻ്റെ ആവശ്യം വരുന്നത്. ചില റെമഡീസിൽ ഇതിലൊരു ക്വസ്റ്റ്യൻ പലരും ചോദിക്കാറുള്ളതുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ ഗിബ്സൺ മില്ലറിൻ്റെ ഒക്കെ ബുക്ക് നോക്കുമ്പോൾ ചില റെമഡീസ് ആൻറ്റിഡോട്ടുമാണ്, കോംപ്ലിമെൻ്ററിയാണ്. ആൻറ്റിഡോട്ടും കോംപ്ലിമെൻ്ററിയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഈ ഡ്രഗ് ആൻറ്റിഡോട്ട് ന്യൂട്രലൈസ് ചെയ്യാനും അതുപോലെ അൺവാണ്ടഡ് എഫക്റ്റ് റിമൂവ് ചെയ്യാനും ഇറ്റ് ഹെൽപ്സ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന അതിന് കൃത്യമായി പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഷോ ദ പവർ ഓഫ് ആൻറ്റിഡോട്ടിങ് ഓർ ന്യൂട്രലൈസിങ് ദി അൺവാണ്ടഡ് ഇഫക്ട്സ് ആൻഡ് യെറ്റ് നോട്ട് ഇൻ്റർഫിയറിങ് വിത്ത് ദ ക്യൂറേറ്റീവ് ആക്ഷൻ. അൺവാണ്ടഡ് ആക്ഷൻസിനെ റിമൂവ് ചെയ്യും, ക്യൂറേറ്റീവ് ആക്ഷൻസിനെ നിലനിർത്തുകയും ചെയ്യുന്ന ആണ് ആൻറ്റിഡോട്ടൽ കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ചില ഡ്രഗ്സ് നമ്മൾ ആൻറ്റിഡോട്ടലാണ്,
അതേസമയം തന്നെ കോംപ്ലിമെന്ററി ആണെന്ന് പറയുന്നു. ചിലത് ഇൻകോമ്പറ്റബിൾ ഡ്രഗ്സ് ഉണ്ട്. അതിലും ഈ പറയുന്ന പോലെ അത് പലപ്പോഴും ഇത് ഒന്നിന് ശേഷം ഈ ഇൻകോമ്പറ്റബിൾ ഡ്രഗുകൾ കൊടുക്കരുത്. അത് കൊടുക്കണമെങ്കിൽ ഇടയ്ക്കൊരു ഇന്റർവീനിങ് റെമഡി വേണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ മറ്റൊന്ന് കോൺകോർഡന്റ് ഓർ കൊളാറ്ററൽ റിലേഷൻഷിപ്സ്. സിമിലാരിറ്റി, അത് ചില മരുന്നുകൾ തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്, ആക്ഷനിൽ സിമിലാരിറ്റി ഉണ്ട്. അത് ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് വരണതാണെങ്കിലും. ഇപ്പോൾ നമുക്കറിയാം പൾസാറ്റിലും ഗാലിസൾഫ് വരുന്നത് മിനറൽസിൽ നിന്ന്, അതുപോലെ തന്നെ പൾസാറ്റില വരുന്നത് വെജിറ്റബിളിൽ നിന്നാണ്. പക്ഷേ ഒരു സിമിലർ സിംറ്റംസ് അതിനുണ്ട്. ഗ്രീനിഷ് യെല്ലോ ഡിസ്ചാർജൊക്കെ അതിലാണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ ചില കൊലാറ്ററൽ കൺകോർഡന്റ് റെമഡീസ് ഉണ്ട്. അത് ഒരേ ആക്ഷനുള്ള റെമഡീസ് പല കിങ്ഡത്തിലും കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആക്ഷനും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പലപ്പോഴും ഇതിൻ്റെ ഡെപ്ത് ഓഫ് ആക്ഷൻ വേരി ചെയ്യും. വെജിറ്റബിൾ ഡ്രഗ് ആയിരിക്കും സാധാരണ രീതിയിൽ സൂപ്പർഫിഷ്യൽ. അപ്പോൾ അതിന് ശേഷം നമുക്ക് മിനറലിലേക്കോ അല്ല അനിമൽ കിങ്ഡത്തിലോ മിനറൽ കിങ്ഡത്തിലോ അതും അല്ലെങ്കിൽ നോസോട്സോ ഏതിലേക്കെങ്കിലും പോവുക. അപ്പോൾ നമ്മൾ ഒരേ സമയം ഇതിൽ മറ്റൊരു കാര്യമുള്ളത്, ഈ അക്യൂട്ട് കണ്ടീഷൻസ് വരുമ്പോൾ, നമ്മളിപ്പോൾ ഓർഗോൺ വായിക്കുമ്പോഴും ക്രോണിക് ഡിസീസ് വായിക്കുമ്പോഴൊക്കെ ഹനുമാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അക്യൂട്ട് ഡിസീസ് ട്രീറ്റ്മെൻറ്റും ക്രോണിക് ഡിസീസ് ട്രീറ്റ്മെൻറ്റും ഡിഫറെൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ അക്യൂട്ട് ഡിസീസ് ട്രീറ്റ് ചെയ്യുന്നത് ജസ്റ്റ് എറ്റിയോളജിക്കൽ സിമിലാരിറ്റി അല്ലെങ്കിൽ സിംറ്റമാറ്റിക് സിമിലാരിറ്റി വെച്ചിട്ടാണ്. അതേസമയം ക്രോണിക് ഡിസീസ് ട്രീറ്റ് ചെയ്യുന്നത് എറ്റിയോളജി സിമിലാരിറ്റി നോക്കും, സിംറ്റമാറ്റിക് സിമിലാരിറ്റി നോക്കും, മയസ്മാറ്റിക് സിമിലാരിറ്റി നോക്കും, കോൺസ്റ്റിറ്റ്യൂഷണൽ സിമിലാരിറ്റി. കാരണം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ വീക്ക്നെസ്സിൽ നിന്നാണ് പലപ്പോഴും ക്രോണിക് ഡിസീസ് ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റും അതുപോലെ മയസ്മാറ്റിക് ലെവലിലും കോൺസ്റ്റിറ്റ്യൂഷണൽ ലെവലിലും പോകേണ്ട ആവശ്യകത അവിടെയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ ഒരു ക്രോണിക് ഡിസീസിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ട്രീറ്റ്മെൻറ്റിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ അറിയുകയും അത് കൂടുതൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ സ്പീഡിൽ നമ്മൾ 2-3 വർഷം എടുക്കുന്ന ഒരു കേസ് പോലും ചിലപ്പോൾ 1 വർഷം കൊണ്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ കഴിയും. അവിടെയാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ പ്രയോജനവും. അതുകൊണ്ടാണ് ഹനുമാൻ തന്നെ പറയുന്നുണ്ടല്ലോ, സെവറൽ ആൻറ്റിസോറിക് എന്ന് വെച്ചാൽ ആൻറ്റിസോറിക് ആയിരുന്നു അല്ലെങ്കിൽ സോറയായിരുന്നു അന്ന് 7/8 ഓഫ് ക്രോൺ ഡിസീസ്. ഇന്നിപ്പോൾ ഒരു 1/8 ക്രോൺ ഡിസീസ് സോറയുള്ളൂ, ബാക്കിയെല്ലാം സൈക്കോസിസും സിഫിലിറ്റിക്കും ഒക്കെയാണ്. അപ്പോൾ അന്ന് ഹനുമാൻ പറഞ്ഞ സെവറൽ ആൻറ്റിസോറിക് റെമഡീസ് ഇൻ സക്സഷൻ ആർ നീഡഡ് ഇൻ ദ ടു ക്യൂർ എ ക്രോൺ ഡിസീസ് എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന രീതിയിൽ ഉള്ള ഒരു ട്രാക്കിൽ പോകണം. സെവറൽ ആൻറ്റിസോറിക് മെഡിസിൻസ് എന്നൊക്കെ പറയുമ്പോഴും ഈ ട്രാക്ക് കൂടി നമ്മൾ കറക്റ്റായിട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അതുമല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ റെസ്റ്റോക്സ് ഇത്രയും നാളും കൊടുത്തിട്ട് ആ പേഷ്യൻറ്റിന് കുറവുണ്ട്, അയാളുടെ ആർത്രൈറ്റിസ് മാറുന്നില്ല, എന്ത് ചെയ്യണം? നമുക്കറിയാം കെൻസ് മെറ്റീരിയ മെഡിക്കൽ ഹനുമാൻ തന്നെ പറയുന്നത് ലംബാഗോ അല്ലെങ്കിൽ നടുവേദന, റെസ്റ്റോക്സിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് അദ്ദേഹം പറയുന്നത് കൽക്കരിയ ഫ്ലോറാണ്. പക്ഷെ റെസ്റ്റോക്സിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് മറ്റു പലതിലും വരുന്ന ബ്രയോണിയ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ റെസ്റ്റോക്സിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നത് തൂജയുണ്ട്. അപ്പോൾ ഇതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും നമ്മളെ ഗൈഡ് ചെയ്യുന്നത് പലപ്പോഴും സിംറ്റമറ്റോളജി തന്നെയാണ്. അപ്പോൾ ഈ സിംറ്റമറ്റോളജി 1, 2 അതിൻ്റെ മയസം, പിന്നെ ഇതിനെ കൂടാതെ ഇനി കോൺസ്റ്റിറ്റ്യൂഷണലി ആ റെമഡി നമ്മൾക്ക് ഒരു 4 മരുന്ന് ഒരു സമയത്ത് നമുക്ക് തോന്നുന്നു മനസ്സിൽ വരുന്നുവെങ്കിൽ അതിൽ ഈ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സെലക്ട് ചെയ്യുക. അതിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും കൂടെ കവർ ചെയ്യുന്ന റെമഡീസ്, ആ റെമഡീസിലേക്ക് പോവുക. ഇപ്പോൾ നമുക്കറിയാം പല ഹയോസിയാമസ്, സ്ട്രാമോണിയം, അങ്ങനെയുള്ള റെമഡീസ്, ഡെലീറിയം റെമഡീസ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോമ്പിനേഷൻസ്, ഇത്തരത്തിലുള്ള വൺ ആഫ്റ്റർ അനദർ വിച്ച് ഈസ് ടു ബി ഗിവൺ ഫസ്റ്റ്. അപ്പോൾ ഒരു അക്യൂട്ട് ഡിസീസിൽ നമ്മൾ ആദ്യമേ കോൺസ്റ്റിറ്റ്യൂഷണലോ അല്ലെങ്കിൽ മയസ്മാറ്റിക്കോ ആയിരിക്കുകയില്ല, ഇതുപോലെയുള്ള ഒരു അക്യൂട്ട് റെമഡി കൊടുക്കുക. ആ റെമഡി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ എന്ത് കൊടുക്കണം. അപ്പോൾ ഒരു പ്ലാൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് വളരെ ക്ലിയർ ആയിട്ട് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. പലപ്പോഴും അതില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പലപ്പോഴും ചില ഡ്രഗ്സിൽ കൊടുത്ത അതിൻ്റെ മുഴുവൻ ആക്ഷൻ കിട്ടി അത് കഴിഞ്ഞിട്ടും അതുമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒത്തിരി കേസസ് പലരും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതേ റെമഡി തന്നെ കണ്ടിന്യൂ ചെയ്യുക, കാരണം അത് റിസൾട്ട് തന്നതാണ്. പക്ഷെ ആ റെമഡിയുടെ ഡെപ്ത് ഓഫ് ആക്ഷൻ അറിയണം. അതല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ അതിൻ്റെ
എഫക്റ്റിന് കൂടുതൽ കൂടുതൽ ബെറ്റർ റിസൾട്ട്സ് കിട്ടാൻ അതിൻ്റെ തന്നെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു റെമഡി കൊടുക്കണം എന്നുള്ളത് അറിയണം. അപ്പോൾ ഇതൊക്കെ സെലക്ട് ചെയ്യുമ്പോഴും ഈ പറയുന്ന സിംറ്റമറ്റോളജിയും വയസ്സും കോൺസ്റ്റിറ്റ്യൂഷനും എല്ലാം പലപ്പോഴും നമ്മൾ ഒരു പേഷ്യൻ്റ് വരുന്നത് ഈവൻ ക്രോൺ ഡിസീസ് പേഷ്യൻസ് പോലും വരുന്നത് പലപ്പോഴും ഒരു അക്യൂട്ട് ഫേസിലാണ്. അവർക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ടുള്ള ഒരു സമയത്താണ് അവരൊരു ഡോക്ടറെ കാണാൻ വരുന്നത്. അവിടെ നമുക്കറിയാം ഒരുപക്ഷെ ഇയാളൊരു ലൈക്കോപോഡിയം പേഷ്യൻ്റ് ആണെന്ന് അറിയാം. പക്ഷേ എങ്കിലും പലപ്പോഴും ചില കണ്ടീഷൻസിൽ ലൈക്കോപോഡിയം പോലെയുള്ള റെമഡീസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് തെറ്റാണ്. അത് സൈലേഷ്യ, കാലിക്കാർബ്, ഹെപ്പാർ സെൽഫ്, ലൈക്കോപോഡിയം ഇങ്ങനെ ചില റെമഡീസ് എന്ന് പറയുന്നത് നമ്മൾ ഡേഞ്ചറസ് റെമഡീസ് എന്ന് പല ബുക്കുകളിലും പറയുന്നുണ്ട്. കാരണം അത് ഇൻഡിക്കേറ്റഡ് ആണെങ്കിലും ആ സമയത്ത് കൊടുത്താൽ സിവിയർ അഗ്രവേഷൻ ഉണ്ടാക്കുകയും ഒരുപക്ഷെ പേഷ്യൻ്റ് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് തന്നെ നിർത്തിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഇതുണ്ടാകാതിരിക്കാൻ ഇതിൻ്റെ തന്നെ കുഞ്ഞനുജന്മാർ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ അക്യൂട്ട് റെമഡീസ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. കാരണം സിമിലർ ആക്ഷനുള്ള ഒരു അക്യൂട്ട് റെമഡിയിൽ സ്റ്റാർട്ട് ചെയ്ത് അത് നമുക്ക് ആ പേഷ്യൻറ്റിൻ്റെ സസെപ്റ്റബിലിറ്റിയും അതിൻ്റെ റിയാക്റ്റീവ് പവറും മനസ്സിലാക്കിയതിന് ശേഷം കുറച്ചുകൂടി ഡെപ്ത് ഓഫ് ആക്ഷനുള്ള റെമഡിയിലേക്ക് പോവുകയും ഒരു ക്യൂറിലേക്ക് നമുക്ക് അയാളെ നയിക്കാൻ കഴിയും. അപ്പോൾ ഇത് ആണ് ഈ റിലേഷൻഷിപ്പ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. അത് പൊതുവേ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ക്രോൺ ഡിസീസ് ട്രീറ്റ് ചെയ്യണമെങ്കിൽ നിശ്ചയമായും അറ്റ്ലീസ്റ്റ് ഒരു 25-30 പോളിക്രസ്റ്റ് അല്ലെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സിൻ്റെ റിലേഷൻഷിപ്പ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത്രയുമാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് കുറെ കൂടി ചിലതൊക്കെ ആഡ് ചെയ്യാൻ കഴിയുമായിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ചോദ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ജോസൈസക് സാറ് മെഡിസിൻസ് ആൻഡ് റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെ ഭംഗിയായി തന്നെ വ്യക്തമാക്കി തന്നു. അപ്പൊ ഇനി സാറ് പറഞ്ഞതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ കൂട്ടിച്ചേർക്കലോ ഒക്കെ ഉണ്ടെങ്കിൽ ഓരോരുത്തരായിട്ടൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വന്നാൽ നമുക്ക് സമയം കുറച്ചേ ഉള്ളൂ. എളുപ്പത്തിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഹാൻഡ് റൈസ് ചെയ്യാം, അഭിപ്രായങ്ങൾ പറയാം. ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. ധനേഷ് ഡോക്ടറെ സംസാരിച്ചു. എന്തുകൊണ്ടും വളരെ നല്ല ഒരു സെഷൻ തന്നെയാണ്. കാരണം നമ്മള് സാധാരണ ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ വായിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ സാറിപ്പോ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഇത് നമ്മൾ കോളേജിൽ പഠിക്കുകയും പിന്നെ അത് കഴിഞ്ഞ് പ്രാക്ടീസ് ഒക്കെ വരുമ്പോൾ എത്ര കണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഇതെല്ലാം ശരിക്കും ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ റിസൾട്ട് വളരെ മെച്ചമായിരിക്കും. സാറേ, ഈ സാറിന്റെ അഭിപ്രായത്തിൽ സാറ് എല്ലാം പൊട്ടൻസി ഒക്കെ ഉപയോഗിക്കാറുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിലെങ്ങനെയാണ് സാറിന്റെ ഒരു അപ്രോച്ച്? അല്ല, എല്ലാം പൊട്ടൻസി ഞാൻ ഒരു കാലത്ത് കുറേയൊക്കെ ഉപയോഗിച്ചു. പക്ഷെ പലപ്പോഴും നമ്മൾ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പൊട്ടൻസിയിലേക്ക് വരേണ്ടി വരുന്നു. അതെ അതെ, 200 പൊട്ടൻസിയോ 1 പൊട്ടൻസിയിലൊക്കെ വരേണ്ടി വരുന്നു. ഇത് തന്നെയാണ് എൻ്റെ ഈ റെയർ റെമഡീസിലുള്ള അനുഭവം. അതാണ് പലപ്പോഴും റെയർ റെമഡീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഷോർട്ട് ആക്ടിങ് റെമഡീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ വീണ്ടും ഡെപ്ത് ഓഫ് ആക്ഷനുള്ള റെമഡീസിലേക്ക് വരേണ്ടി വരുന്നു. പലപ്പോഴും ഈ പറയുന്ന 6th എഡീഷൻ്റെ കഥ തന്നെ പറഞ്ഞാൽ ഒരിക്കൽ ഞാൻ പറയുകയുണ്ടായി. സാൻ ഫ്രാൻസിസ്കോയിൽ വേൾഡിലെ നമ്പർ 1 മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ് നമ്മുടെ 6th എഡീഷൻ ഓഫ് ഓർഗനോൺ വെച്ചിരിക്കുന്നത്. അവിടെ ഈ 6th എഡീഷൻ ഓഫ് ഓർഗനോൺ ഞാൻ പോയി കാണുകയും ഏതാണ്ട് 2.5 മണിക്കൂർ അത് ഓരോ ചേഞ്ചസ് വരുത്തിയിരിക്കുന്നതൊക്കെ വായിച്ചു നോക്കി. അപ്പോൾ അതിനകത്ത് ഈ അഹോർസത്തിലെ 6th എഡീഷനിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ എല്ലാം പൊട്ടൻസിയെ കുറിച്ച് കുറേ കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഓക്കെ, നമുക്കിപ്പോൾ ഡെസിമൽ പൊട്ടൻസി ഉണ്ടാക്കാം, സെൻഡെസിമൽ പൊട്ടൻസി ഉണ്ടാക്കാം, പിന്നെ എന്തുകൊണ്ട് 50 മില്ലിസ്മൽ ഉണ്ടാക്കാം. അപ്പോൾ പലപ്പോഴും പക്ഷെ കാണുന്ന ഒരു കാര്യം, ഇതിന് ശേഷം നമ്മൾ ഈ പറയുന്ന 200 പൊട്ടൻസി 1 പൊട്ടൻസി ഒക്കെ ശരിയായ ക്രോൺ ഡിസീസ് ആണെങ്കിൽ കുറെ കൂടെ ഡീപ്പറായിട്ട് പോകേണ്ടി വരുന്നു. പക്ഷെ ബിഗിൻ ചെയ്യാൻ ചിലപ്പോൾ ഈ പറയുന്ന എല്ലാം പൊട്ടൻസി വലിയ അഗ്രിവേഷൻ കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ പറയുന്നത് കൂടുതലായിട്ട്. സാറ് പറഞ്ഞ ഇത് തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പലപ്പോഴും എല്ലാം പൊട്ടൻസി കൊടുക്കുകയും അതിനുശേഷം ഞാനൊരു 200 അല്ലെ 1 പൊട്ടൻസിയിലോട്ട് വരുമ്പോഴാണ് പലപ്പോഴും ആ മരുന്ന് നമുക്ക് നിർത്താൻ പറ്റുന്നത്. അതാണ് പ്രശ്നം. മറ്റേത് നമുക്ക് വേസ്റ്റ് ഓഫ് ടൈം ആയിട്ട് തോന്നാറുണ്ട്. ആദ്യം നമ്മൾ എന്തിനാണ് ഇത്രയും നാൾ ഇതുകൊണ്ടിരുന്നതെന്ന് തോന്നിയിട്ടുണ്ട്.
ആ അതെ അതെ. ഓക്കെ, ധനേഷ് ഡോക്ടറെ 1-2 പേര് വേറെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ലതാ മനോഹരൻ ഡോക്ടറാണ് പിന്നെ ആദ്യം ഹാൻഡ് റൈസ് ചെയ്തത്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. നന്ദി ശൈല ഡോക്ടറെ. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് പിന്നെ ഇപ്പം പറഞ്ഞ പോലെ കോംപ്ലിമെന്ററി മെഡിസിൻ, പിന്നെ മെഡിസിൻ ദാറ്റ് ഫോളോസ് വെൽ, പിന്നെ അങ്ങനെ കാണുന്ന ആ റിലേഷൻഷിപ്പ് വളരെ ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് അത് വളരെ പ്രയോജനമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ സാറിന്റെ ക്ലാസ് കേട്ടപ്പോഴത്തേക്ക് ഇതിനകത്ത് മനസ്സിലായ ഗ്രൂപ്പ് ഓഫ് സ്റ്റഡീസ് മെഡിസിൻ ദാറ്റ് ഫോളോസ് വെൽ എന്ന് പറഞ്ഞാൽ അതൊരു കോംപ്ലിമെന്ററി മെഡിസിൻസ് ആണ്. അത് മൊത്തം തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെ പ്രയോജനപ്പെടുമെന്ന് മനസ്സിലായി. പിന്നെ ഒരു കാര്യമുള്ള അതിനകത്ത് ഡ്യൂറേഷൻ ഓഫ് മെഡിസിൻ അത് സാറ് മെൻഷൻ ചെയ്തോന്ന് എനിക്കറിയില്ല. ഓരോ മെഡിസിനും ഇത്ര ഡേയ്സ് എന്ന് പറയുന്നു. അത് വണ്ണം പൊട്ടൻസിയുടെ ഡ്യൂറേഷൻ ആണോ അതോ നമ്മൾ അത് 200? അതിനൊരു അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം പലപ്പോഴും അതിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം അക്യൂട്ട് ഡിസീസിൽ നമ്മൾ ചിലപ്പോൾ റെസ്റ്റോസ് 200 എവരി 4 hours റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ചില ഫീവർ കേസിൽ. അതേസമയം നമ്മൾ ഒരു ആർത്രൈറ്റിസ് കേസ്, ഒരു ക്രോൺ ഡിസീസ് വരുമ്പോൾ അങ്ങനെയല്ല. റെസ്റ്റോസ് 200 ചിലപ്പോൾ 1 in a week or 1 in 2 weeks ആണ് കൊടുക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ഓരോ അസുഖത്തിന്റെയും, അതുകൊണ്ടാണ് ക്രോൺ ഡിസീസ് ട്രീറ്റ്മെന്റും അക്യൂട്ട് ഡിസീസ് ട്രീറ്റ്മെന്റും രണ്ടായിട്ട് ഹനുമാൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ രണ്ടിലും രണ്ട് രീതിയിലാണ് റെപ്പറ്റീഷൻ വരുന്നത്. രണ്ടിലും ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഡിഫറെന്റ്. അപ്പൊ ഇത് ഒരു ജനറൽ ആയിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇത് പലപ്പോഴും ശരിയാണ്, തെറ്റുമാണ് അതേസമയം. കാരണം നമ്മുടെ ഡിസീസിന്റെ പേഷ്യന്റ് ഞാൻ പറഞ്ഞില്ലേ, പെറോസ്റ്റോക്സ് എല്ലാവരും കൊടുക്കുന്ന മരുന്നാണ്. അത് നമ്മളെല്ലാവരും ഫീവറിലും കൊടുക്കാറുണ്ട്, ആർത്രൈറ്റിസിലും കൊടുക്കാറുണ്ട്. ഫീവറിൽ കൊടുക്കുന്ന ഡ്യൂറേഷൻ ഓഫ് ആക്ഷനിലല്ല ആർത്രൈറ്റിസിൽ കൊടുക്കുന്നത്. അപ്പൊ അത് ഡിസീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഒരാളുടെ സസെപ്റ്റബിലിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഓഫ് ദ മെഡിസിൻ. ഓക്കെ, ലതാ മനോഹരൻ ഡോക്ടറെ. അടുത്തത് നമ്മുടെ സലീം കുമാർ ഡോക്ടറാണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. ഡോക്ടറെ സംസാരിച്ചു. ജോസ് സാറേ, അത് എനിക്കൊരു സംശയമുള്ളത്, എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ റിലേഷൻഷിപ്പ് സംഭവിക്കണത് എന്നുള്ളതിനെ കുറിച്ച് വരെ സ്റ്റഡീസുകൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ പൾസാറ്റിലയുടെ ക്രോണിക് ആയിട്ട് കാലിസൾഫർ അങ്ങനെയുള്ള, അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്തെങ്കിലും സ്റ്റഡീസ് ഇതിനകത്ത് നടന്നിട്ടുണ്ടോ? ഇത് നടന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ഈ എലിസബത്ത് റൈറ്റ് ഒരിടത്ത് പറയുന്നുണ്ട്, നമ്മുടെ ഒരേ സിംറ്റമറ്റോളജി ഉള്ള മരുന്നുകൾ അത് എല്ലാ കിങ്ഡത്തിലും കാണും. എന്ന് വെച്ചാൽ വെജിറ്റബിളിൽ ഒരെണ്ണം കാണും, മിനറലിൽ ഒരെണ്ണം കാണും, നോസോഡിൽ ഒരെണ്ണം കാണും എന്ന് ഞാൻ ആലോചിച്ചെന്തറിയോ? അപ്പോൾ ഞാൻ ഇതിനെ കുറിച്ച് നേരത്തെ എനിക്ക് തോന്നിയേക്കണം, എൻ്റെ ഒരു ചിന്ത പോയതാണ്. പക്ഷെ അങ്ങനെ ഒരു സ്റ്റഡിയൊക്കെ നടന്നാൽ എനിക്ക് അറിയാൻ പാടില്ല. ഈ പൾസാറ്റില എന്ന് പറയുന്ന ആ ചെടിയെ നമ്മളെടുത്ത് ശരിക്കും ഒന്ന് അനലൈസ് ചെയ്താൽ ചിലപ്പോൾ അതിനകത്ത് കാലി സൾഫ്, പൊട്ടാസ്യം സൾഫേറ്റ് എന്നുള്ള എലമെന്റ് കൂടുതൽ കിട്ടുമായിരിക്കും. അപ്പൊ പൾസാറ്റിൽ കുറവുള്ളതുകൊണ്ടായിരിക്കും പൾസാറ്റിൽ അക്യൂട്ട് ഇതായിട്ട് മാറുന്നത്. കാലിസൾഫിന്റെ ആക്ഷൻ അതിനകത്ത് കൂടുതലുണ്ടായിരിക്കും. കാലിസൾഫ് നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുന്നതൊക്കെ ഞാനിങ്ങനെ സ്വയം എന്റേതായ ഒരു ഭാവനയിൽ ഇങ്ങനെ കാണാൻ നോക്കിയിട്ടുണ്ട്. അതെ അതെ. അപ്പൊ അത് അങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടോന്ന് അറിയാൻ ചോദിച്ചാ, ഭാവനയൊന്നും ഇല്ല. പുതിയ ഒരു ഗവേഷണത്തിലേക്ക് സലീംകുമാർ ഡോക്ടർ വഴി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ചോദിച്ചാ. ഓക്കെ, സലീംകുമാർ ഡോക്ടറെ. അടുത്തത് ജയചന്ദ്രൻ ഡോക്ടർ. ഒന്ന് സ്പീഡില് കുറച്ച് വേഗത്തിൽ ചോദിക്കണേ ഡോക്ടറെ. സമയം അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. ഡോക്ടറെ സുഖമാണല്ലോ? ഞാനിപ്പോ ഡോക്ടറെ ക്ലാസ് കേട്ടിരിക്കുമ്പോൾ പണ്ട് ഐസക് സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന ആ ഒരേ പ്രതീതിയായിരുന്നു. അന്ന് ഈ ക്ലിനിക്കൽ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട് സാറിൻ്റെ അടുത്ത്. അപ്പൊ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഡോക്ടർ ഇങ്ങനെ ഈ പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ മെഡിസിനൽ അഗ്രവേഷനെ പറ്റിയൊക്കെ പറയാറുണ്ട്. എന്നിട്ട് ഡോക്ടർ ഈ ഡയറ്റ് മരുന്ന് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഡയറ്റിനെ പറ്റി ഒരു നോട്ടീസൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഗൾഫ് പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ ഒരു നോട്ടീസ് വായിച്ചിട്ട്, അയ്യോ സാറേ ഇത് ഈ കണക്കിന് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയും. അപ്പൊ ഡോക്ടർ പറയും, എന്നാ പിന്നെ നിങ്ങൾ അസുഖം കൊണ്ട് നടന്നോ, ഈ പറയുന്ന പോലെ കേൾക്കാമെങ്കിൽ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറയും പോലെ ഇപ്പോ ഈ മെഡിസിന്റെ കൂടെ ഈ ഡയറ്റിന്റെ റെസ്ട്രിക്ഷൻസും ഈ ട്രീറ്റ്മെന്റിൽ ഒരു വലിയൊരു ഭാഗമല്ലേ ഡോക്ടറെ? അന്ന് ഞങ്ങളൊക്കെ വരുമ്പോൾ ഡോക്ടറോട് ഓടിക്കളിക്കുന്ന പയ്യനായിരുന്നു.
ഇപ്പോഴും മെഡിക്കലിക്ക് കുറവൊന്നുമില്ല. അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം. അല്ല, അത് പലപ്പോഴും നമ്മള് പല ചോദ്യങ്ങളും ഇങ്ങനെ വരാറുണ്ട്. ഡയറ്റ് റെസ്ട്രിക്ഷൻസ്, ഡയറ്റ് മാത്രമല്ല അതെ. ഡയറ്റ് റെജിമൻ റെസ്ട്രിക്ഷൻസ് അതെ. ഫോളോ ചെയ്യാറുണ്ടോ, അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് സക്സസ് ആ ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ കൂടും, കുറെ കൂടി പേഷ്യൻസ് നമ്മൾ പറയുന്നത് ഫോളോ ചെയ്യുവാണെങ്കിൽ. അന്ന് ഡോക്ടർ അന്ന് ഐസക് സാർ പറഞ്ഞ പോലെ ഞാനും പേഷ്യന്റിന്റെ അടുത്തൊക്കെ നിങ്ങൾ ഇന്ന ഫുഡ് കഴിക്കരുത്, ഇന്ന കൂടുതൽ കഴിക്കണം, ഇന്ന കഴിക്കരുത് എന്നൊക്കെ ഞാനും അന്നത്തെ ഓർമ്മയിൽ പറയാറുണ്ടായിരുന്നു. അല്ല, പക്ഷെ നമുക്ക് അത് ഓരോരുത്തർക്കും ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഒരു ഗ്രൂപ്പ് ഓഫ് അതെ പേഷ്യൻസിന് അതെ എല്ലാ ഫുഡും അലവ് ചെയ്യുക, ഒരു ഗ്രൂപ്പിന് അലവ് ചെയ്യാതിരിക്കുക. എന്നിട്ട് എവിടെയാണ് അതെ നമുക്ക് റിസൾട്ട് കിട്ടണമെന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നേ ഉള്ളൂ. അതെ 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 അതിൽ അനുഭവമുണ്ട്. എൻ്റെ അനുഭവത്തിൽ അത് ഡോക്ടറുടെ ഫാദർ പറഞ്ഞ് വളരെ വളരെ കറക്റ്റായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ചില എന്തായാലും ആൾക്കാർ ഒരു മെഡിസിനിൽ നല്ല ആക്ഷൻ കിട്ടിയ ആള് തന്നെ പിന്നീട് പതുക്കെ പതുക്കെ ഈ ഡയറ്റൊക്കെ ഫോളോ ചെയ്യാതിരിക്കുകയും അന്നേരം ആക്ഷൻ കിട്ടാതെ വരികയും ചെയ്യുന്നവരും ഉണ്ട്. അതെ 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 ഓക്കെ ജയചന്ദ്രൻ ഡോക്ടറെ, നമുക്ക് എന്തായാലും ഈ ഡയറ്റ് കൂടെ ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ക്യൂർ കുറച്ചുകൂടെ വേഗത്തിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള റിസൾട്ട്സ് കിട്ടും. അതാണ് അതെ അതെ തീർച്ചയായിട്ടും. അതെ അപ്പോ നമുക്ക് ഇനി ഹാൻഡ് റൈസ് ചെയ്തവരാരും ഇല്ല. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇനി ഏകദേശം മൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇന്നത്തെ നല്ല ഒരു മെഡിസിൻ റിലേഷനെ കുറിച്ച് എല്ലാം നല്ല രീതിയിൽ പറഞ്ഞു തന്ന ജോസ് ഐസക് സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ സലീം കുമാറിനെ ക്ഷണിക്കും. ആ സാറേ, ഈ ജോസഫ് സാറിന്റെ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ചില പൊളിച്ചെഴുത്തുകളൊക്കെ വേണ്ടി വന്നു. അതായത് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചതിൽ ചിലപ്പോൾ അല്പം വിപ്ലവകരം എന്ന രീതിയിൽ അന്ന് പറഞ്ഞിരുന്ന ആളുകൾ പലപ്പോഴും ഞങ്ങൾ തിരിച്ചറിയിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നതാണ്. കാരണം വെച്ചാൽ ഇനിമിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ ഒന്നില്ല. ഇനിമിക്കൽസ്, അത് ആന്റിഡോട്ട് ഇതൊക്കെ പറയുന്നത് മെറ്റീരിയൽ ഇതിൽ മാത്രമേ ഉള്ളൂ. അത് ഡൈനാമിക് ആകുമ്പോൾ എവിടെ നിന്നാണോ ഇത് വരുന്നതെന്നൊക്കെ ഞങ്ങളുടെ ചില അധ്യാപകർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്ന് അതാണ് ശരിയെന്നൊക്കെ തോന്നി. പിന്നീടാണ് കുറെ കഴിഞ്ഞപ്പോഴാണ് അത് അതിനകത്തൊക്കെ ഇവിടെയൊക്കെ ഹനുമാന് പോലത്തെ ആളുടെ ഇതൊന്നും ഏതായാലും ഞങ്ങൾ പഠിപ്പിച്ച പലർക്കും ഉണ്ടായിരുന്നില്ല. അതിന് മാത്രം ഡീപ്പായിട്ട് പഠിച്ച സാധനത്തിനെ കയറി വെട്ടണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ദൈക്ഷണികമായ ഒരു അവസ്ഥ ഇപ്പുറത്ത് വേണം. അപ്പോൾ പിന്നീട് അത് മനസ്സിലായി അവർ നമ്മളെ ഇത് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒന്നുകൂടി ക്ലാരിറ്റി വരുന്നത് സാറിനെ പോലെയുള്ള ആളുകൾ ഈ വിഷയം പറയുമ്പോഴാണ്. മാത്രമല്ല, റിലേഷൻഷിപ്പ് ഓഫ് റെമഡി എന്ന് പറഞ്ഞാൽ ബോറിക്കിൻ്റെ ഒരു മൂലക്കൊരു കിടക്കുന്ന സാധനമാണ്. അതിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലേക്ക് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യുന്നത് സാറാണ്. ഏതായാലും IFPHൽ വ്യത്യസ്തമായിട്ട് എപ്പോഴും തിളങ്ങി നിൽക്കുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ജോസ് ഐസക് സാറിന് ഞാൻ IFPHന്റെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഡോക്ടർമാരുടെയും പേരിൽ നന്ദി പറയുന്നു. ഇനിയും ഇതുപോലുള്ള വിഷയമായിട്ട് വരണം. സലീം കുമാർ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. എന്തായാലും നമ്മുടെ മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നല്ല ഒരു ക്ലാസ് എടുത്ത സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.